വീട്ടിൽ കിടന്ന് മരിച്ചാലും അത് റോഡിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും പള്ളിക്കകത്താണെങ്കിലും എവിടെ കിടന്ന് മരിച്ചാലും നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 വരിയുള്ള ഒരു ദുആ ചെയ്താൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 വരിയുള്ള ഒരു ചെറിയ ദുആയുണ്ട്. ആ ദുആ എല്ലാ ദിവസവും ആര് ചെയ്യുന്നു അവന് ഷഹീദിന്റെ കൂലിയുള്ള മരണമുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ കൊട്ടാരങ്ങളെക്കുറിച്ചും സ്വർഗത്തിലെ അരുവികളെക്കുറിച്ചും സ്വർഗത്തിലെ പഴങ്ങളെക്കുറിച്ചും സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ചും സ്വർഗത്തിലൊരു മനുഷ്യന് കിട്ടുന്ന പദവികളെക്കുറിച്ച് ഹൂറലീങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ, ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെ സഹാബത്ത് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞ ഒരു മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറത്ത് ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത അതിനപ്പുറമാണ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ പ്രവാചകന അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് വല്ലാതെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് സ്വർഗവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ അരുവികളും സ്വർഗത്തിലെ പദവികളും ഹൂറലീങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ വഅലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവികളാണുള്ളത്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴി ദൂരമാണ്. ഓരോ മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് അല്ലാഹു അവന്റെ പദവി കൂട്ടി കൂട്ടി കൊടുക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗം ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗം ഏതാണെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമാണ് സഹാബ. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ സ്വർഗം അത് ജന്നാത്തുൽ ഫിർദൗസ് ആണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, സഹാബ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണല്ലോ. ഈ വഅലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരു മോഹമാണ്. പടച്ചവരെ നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും വഅല് പറയുന്നതും വഅല് കേൾക്കുന്നതും സദഖ കൊടുക്കുന്നതും സ്വലാത്ത് പറയുന്നതും ഖുർആൻ ഓതുന്നതും പടച്ചവനെ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ പടച്ചറപ്പിനോട് ഞാൻ നിങ്ങളെ ചോദിക്കുന്നത്, അല്ലാഹുവേ ഇതിന് പകരം സ്വർഗ്ഗം തരണേ അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗ്ഗമാണ് ചോദിക്കുന്നത്. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗ്ഗമാണ് ചോദിക്കുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബ ചോദിച്ചാൽ ഏതെങ്കിലും സ്വർഗം ചോദിച്ചാ പോരാ. അല്ലാഹുവിനോട് ആരെങ്കിലും സ്വർഗം ചോദിച്ചാൽ ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇനി മുതൽ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് പടച്ചുറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വർഗം താ അല്ലാഹ് എന്ന് ദുആ ചെയ്യുമ്പോ ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ? അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ അല്ലാഹ്.
അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്. ചോദിച്ചാൽ ഫിർദൗസ് ചോദിക്കണം, പോകുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ആ ഫിർദൗസ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളും ദുആ ചെയ്യുന്നവരാ. അള്ളാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത് ദുആ ചെയ്യാൻ, അള്ളാന്റെ റസൂൽ ദുആ ചെയ്യാ പറഞ്ഞല്ലോ. എപ്പോഴാണ് ഞാൻ നിങ്ങളും ദുആ ചെയ്യുന്നത്? ഓരോ ദിവസവും ആ ഫിർദൗസ് പ്രവാചകന് കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നവരാ. എപ്പോഴാണ് ദുആ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ദിവസം 5 നേരം വിളിക്കുന്നു, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസവും 5 നേരം വിളിക്കുമല്ലോ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയുടെ വിചാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഇരു കരങ്ങളും പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ഞാനും നിങ്ങളും ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ الذي വഅദത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഞാൻ നിങ്ങളും ദുആ ചെയ്യുമല്ലോ. അവിടുത്തെ വസീല തേടുമല്ലോ, അവിടുത്തെ ശഫാഅത്ത് നേടുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനാണ് പറഞ്ഞത് ദുആ ചെയ്യാറ്. ഈ സദസ്സിലിരിക്കുന്നവരിൽ എല്ലാവരും ആ ദുആ ചെയ്യുന്നവരാ. പക്ഷേ ആ ദുആ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? നമുക്ക് ശഫാഅത്തുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്യുന്നത് കാരണം ചില ആൾക്കാർ ബാങ്ക് വിളിച്ചതിന്റെ ദുആ ഉണ്ടല്ലോ, ആ ദുആ ചെയ്യുന്നത് കാരണം നരകത്തിലേക്കാണ് കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. 6 അവസരങ്ങളിൽ ദുനിയാവിന്റെ കാര്യം പറയാൻ പാടില്ല. 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ അവന്റെ 30 വർഷത്തെ അമൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു പ്രാവശ്യം സംസാരിച്ചാൽ 30 വർഷം ചെയ്ത അമൽ മുഴുവനും നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ, 6 സമയങ്ങളിൽ ഒരു സമയത്ത് 6 സമയങ്ങളിൽ ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചാൽ ഈ സമയം വരെ ഞാൻ ചെയ്ത പാപങ്ങൾ മുഴുവനും, ഈ സമയം വരെ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 30 കൊല്ലത്തെ അമൽ നഷ്ടപ്പെടുത്തി കളയുന്ന 6 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം ഏതെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പടച്ചവനെ സംസാരിച്ചാൽ, ഒരു പ്രാവശ്യം സംസാരിച്ചാൽ തന്നെ 30 വർഷത്തെ അമൽ നഷ്ടപ്പെട്ടു പോവുകയാ. ഇതറിയാത്താരാവുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മുസ്ലിമേ, ഷഹാദത്ത് കലിമ പറയാ നിന്റെ നാവ് പൊങ്ങില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് ഷഹാദത്ത് കലിമ പറയാ കഴിയൂല. 3 നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അവന്റെ തല പട്ടികയുടെ തല പോലെ ഇരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ദുആ ചെയ്യുന്നവരാണ്. ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ആ ഫിർദൗസിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സഹാബ, ചോദിച്ചാൽ ഫിർദൗസ് ചോദിക്കണേ, പോകുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പറയുമ്പോ അവിടെന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, പടച്ചുറപ്പിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നതാരാണ്? ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ആർക്കുള്ളതാണ്? അതിനകത്ത് കിടക്കുന്ന ഭാഗ്യവാന്മാരാരാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ സ്വഹാബത്ത് ചോദിക്കുമ്പോ അവരെന്ന് പറയുന്ന സ്വഹാബ, അത് പ്രവാചകന്മാർക്കുള്ള സ്വർഗമാണ്. അതിന്റെ തങ്ങളുടെ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, ആ പ്രവാചകന്മാര് കിടക്കുന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന സ്വർഗം. അല്ലാഹുവിന്റെ റസൂൽ അതെന്ന് പറയുകയാ, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോരാടിയ സുഹദാക്കളുണ്ടല്ലോ, പതിരുകളുണ്ടല്ലോ, പതിലും മുഖലിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി വീരവൃത്തം മരിച്ച സുഹദാക്കളുണ്ടല്ലോ, ആ സുഹദാക്കൾ കിടക്കുന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അവരല്ലാതെ ആരെങ്കിലും കിടക്കുമോ നബിയേ? പ്രവാചകന്മാരും സുഹദാക്കളുമല്ലാതെ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ആർക്കും ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സഹാബ ഫിർദൗസ് വേണോ സഹാബ? അതിരാത്രി ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ഈസാ നബിയും അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ ഹംസ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കയ്യും കാലം കണ്ണും ജീവിതവും കുടുംബവും എല്ലാം കൊടുത്ത സുഹദാക്കളുണ്ടല്ലോ, 113 പതിരങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, അവർ കിടക്കുന്ന സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ പടച്ചവനെ നിനക്കും നിന്റെ കുടുംബത്തിനും ആസ്വദിച്ച് മതിമറന്നുകൊണ്ട് എന്തെങ്കിലും കുടിച്ചു നടക്കാൻ ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? ഫിർദൗസ് വേണോ പെങ്ങളെ? ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം വേണോ പെങ്ങളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വഹാബ, ഈ സദസ്സിൽ നിൽക്കുന്നവരുണ്ടല്ലോ, ഈ നിരന്ന് കിടക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ 5 വിഭാഗം ആൾക്കാർ ഫിർദൗസിന്റെ അവകാശികളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവി അത് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ സ്വർഗ്ഗം എന്താ അതങ്ങ് വിട്ടേക്ക്. എങ്ങനെ ചോദിക്കണം? അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനോട് ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം, പോയ ഫിർദൗസിൽ പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ഫിർദൗസിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ജന്നാത്തുൽ ഫിർദൗസിൽ പോകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കുക. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം, അതിനെന്തിനാ 1.5 കൈയാക്കണേ? 1/2 കൈ ഒന്നും എനിക്ക് വേണ്ട, പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോ ഈ ഒറ്റ പൊക്കലായിരിക്കും അതിലേക്ക് തരുന്നത്. ഇപ്പൊ അസ്ഹാബുൽ കഹഫ് നമ്മൾ ഓതുന്നവർ സൂറത്തുൽ കഹഫ്, അസ്ഹാബുൽ കഹഫിന് കാവലിരുന്ന നായി നാളെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തൊട്ട 7 വെള്ളത്തിൽ കഴുകണം. ഫിഖഹിന്റെ പണ്ഡിതന്മാര് പറയുന്നു, നായി തൊട്ടാൽ 7 വെള്ളത്തിൽ അതിലൊരു വെള്ളം മണ്ണ് കണ്ടുണ്ടാക്കിയുള്ളതൊക്കെ പറയണേ. എന്നാ ഈ നായി നാളെ സ്വർഗത്തിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വൃത്തികെട്ട വ്യഭിചാരിയായിരുന്ന നടന്നിരുന്ന ഒരു പെണ്ണ് ചാകാൻ കടന്ന ഒരു പട്ടിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ വലിയ അമലൊന്നും വേണമെന്നില്ല, ചിലപ്പോ നിസാര കാര്യങ്ങളും കൊണ്ടും അവിടെ പോകാൻ പറ്റും. അള്ളാഹു ഈ കൈപൊക്കിയതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിൽ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. അപ്പൊ ഫിർദൗസ് വേണ്ടേ? വേണ്ടേ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട. വേണോ? പോകാൻ താല്പര്യമുള്ള ഒരു കൈവക്ക്. താല്പര്യമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 5 നല്ല കാര്യം പറഞ്ഞുതരാം. പെണ്ണുങ്ങൾക്കൊക്കെ നല്ല ഉഷാറാ. ഫിർദൗസിൽ പോകാൻ നല്ല ആഗ്രഹം. പോകാനുള്ള ഒരു 5 വഴി ഞാൻ പറഞ്ഞുതരാം.
ഒരു 5 നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ 5 നല്ല കാര്യം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഫിർദൗസിൽ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 11:30 വരെ ഇരിക്കൂലേ? എല്ലാരും ഒന്ന് നേരെ ഇരുന്നേ. ആദ്യം ഇതിലെ കയ്യും കാലയും നീട്ടിയിട്ട് കടപ്പുറത്തിരിക്കണവരിക്കണം. നേരെ ഇല്ല. ഗർഭിണി പെണ്ണുങ്ങൾ ആശുപത്രി ഇരിക്കണവരിക്കാതെ നേരെ ഇരി മനുഷ്യന്മാരെ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ. ചിലപ്പോ നാളെ നൗഷാദ് ബാക്കവി ഉസ്താദ് വഴുതു പറയുമ്പോ കബറും കാട്ടി കടന്ന് കേൾക്കേണ്ടി വരും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതിനും മടി ഉസ്താദ് ജീവിക്കണം ഇനി ഒരുപാട് കാലം. അതാ ആഗ്രഹം. നീ എവിടെ കിടന്ന് മരിക്കാനായിരിക്കണം? വീട്ടിൽ കിടന്ന് മരിക്കാനോ? മനുഷ്യ ഇവിടെ കിടന്ന് മരിച്ചാൽ സ്വർഗം കിട്ടും, വീട്ടിൽ കിടന്ന് മരിച്ചാൽ ചിലപ്പോൾ അത് കിട്ടൂല. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആർക്കെങ്കിലും ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം വേണോ? ആർക്കെങ്കിലും ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, അള്ളാഹു തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, അള്ളാഹു തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ആ ജീവിതം ആരെങ്കിലും അള്ളാഹു കൊടുത്താൽ അള്ളാഹു നിനക്ക് ഫിർദൗസ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഫിർദൗസിന്റെ അവകാശിയായ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ? ആ മനുഷ്യന്റെ ജീവിതമുണ്ടല്ലോ, അള്ളാഹു തന്നിരിക്കുന്ന ആയുസുണ്ടല്ലോ, അതാരാണോ പടച്ചിറപ്പിന് കൊടുക്കുന്നത് അവന് ഫിർദൗസിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ 20 മുതൽ 30, 40, 50, 60, 70, 80 വയസ്സായ വാപ്പയും ഉമ്മമാരും ഈ സദസ്സിലിരിപ്പുണ്ടല്ലോ. എല്ലാവരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ചോദിക്കുവാപ്പാ, നിനക്ക് അല്ലാഹു തന്ന ഈ ജീവിതം നീ അല്ലാഹുവാണോ കൊടുത്തിട്ടുള്ളത്? ആ ചോദ്യമാണ് നീ ചോദിക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് പടച്ചിറപ്പിന് കൊടുക്കാറുള്ളതാ. അങ്ങനെ കൊടുത്താൽ നിനക്ക് ഫിർദൗസ് തരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹു തന്നിരിക്കുന്ന ഈ ജീവിതത്തിന് വല്ലാത്ത വിലയാ. അല്ലാഹു തന്നിരിക്കുന്ന ഈ ആയുസിന് വല്ലാത്ത വിലയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുമല്ലോ. ഇവിടുത്തെ ഖബർസ്ഥാനിൽ നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്നാരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ മുഖമലയോളം വലുപ്പമുള്ള വകര വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ ചെമ്പിന്റെ തലയുടെ മുകളിൽ സൂര്യച്ചു നിൽക്കുന്ന പടച്ചിറപ്പിന്റെ കോടതിയുണ്ടല്ലോ. കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് മുടിനിറച്ചു പോകുന്ന പരലോകമുണ്ടല്ലോ. തലച്ചോറ് ചിലച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പരലോകമുണ്ടല്ലോ. ഒരു പെണ്ണുങ്ങാട് പ്രസവിച്ചു പോയാൽ വേദന അറിയാത്ത പരലോകമുണ്ടല്ലോ. ആ പടച്ചിറപ്പിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിവസമുണ്ടല്ലോ. അന്ന് അല്ലാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ കോടാനുകൂടി ജനങ്ങളെ മുഴുവൻ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ, ശരീരത്തിൽ ഒരു നൂലുബന്ധം പോലുമില്ലാതെ, ഒന്ന് തലമുയർത്താൻ കഴിയാതെ, അല്ലാഹുവേ പടച്ചവനെ മുട്ടുവര അരവര നെഞ്ചുവര കടുത്തുവര ജനങ്ങളിങ്ങനെ വിയർപ്പിനകത്ത് മുങ്ങിത്താടുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? നിനക്ക് ഞാൻ തന്ന ഈ ജീവിതമുണ്ടല്ലോ, നിനക്ക് ഞാൻ തന്ന ആയുസുണ്ടല്ലോ, എന്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാലം ചലിപ്പിക്കാൻ ഒരുത്തനെ കൊണ്ടും കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ ചോദ്യമാണ്, ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. ഈ ആയുസിനെ കുറിച്ചാ, അല്ലാഹു തന്ന ഈ ജീവിതത്തെ കുറിച്ചാ. ഇത് പറയാതെ വെച്ചിരിക്കുന്ന കാലം നനക്കില്ലടാ. പണമുണ്ടെങ്കിലും പവറുണ്ടെങ്കിലും രാഷ്ട്രീയ ബലമുണ്ടെങ്കിലും കുടുംബമഹിമയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തനും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. അവിടുത്തെ ഭരണാധികാരി ഇവിടത്തെ കോടതിയിലെ ഭരണാധികാരിയെ പോലെയല്ല. ഇവിടെ കിടന്ന് പറഞ്ഞു തരുമ്പോ നമുക്ക് സമയത്തിന്റെ വിലയറിയില്ലല്ലോ. ആയുസിങ്ങനെ പാഴാകുകയാണ്, സമയങ്ങളിങ്ങനെ പാഴാകുകയാണ്. ദിവസങ്ങളും മണിക്കൂറുകളും ഒരു സമയം നമുക്ക് വരാനുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലൗലാ അഖർതനീ ഇലാ
കാര്യങ്ങൾ ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, എനിക്കൊരു അവസരം തരണേ എന്ന് കിടന്ന് യാചിക്കുമ്പോ ഇസ്രായേൽ ചോദിക്കുകയാ, നിനക്ക് ഒരുപാട് അവസരം തന്നല്ലോ, 30 കൊല്ലം തന്നില്ലേടാ, 40 കൊല്ലം തന്നില്ലേടാ, എന്റെ പ്രിയപ്പെട്ട പൊന്നമോളെ 50 കൊല്ലം അല്ലാഹു നിനക്ക് തന്നിരുന്നല്ലോ, എന്തേ നീ നന്നാകാനത്, എന്തേ നീ നന്നാകാനത്? അതുകൊണ്ട് വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് തരില്ലടാ, ഒരു സെക്കൻഡ് പോലും നിനക്ക് തരൂല. രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും നീ വിളിച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന്റെ സമയത്തും ഒരു അവസരത്തിന് വേണ്ടിയാണ് കരയുന്നതെങ്കിലോ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തെ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കം തന്റെ അനുയായികളെ അല്ലാഹുവേ കരഞ്ഞു വിളിച്ചുകൊണ്ട് തലതാറ്റി പിടിച്ചുകൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് 70,000 ചങ്ങലകളില്, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് പടച്ചുവരേ അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചടച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവേ ആ നരകത്തെ കണ്ണുകൊണ്ട് കാണുന്ന സമയമുണ്ടല്ലോ, അവൻ വന്നുകൊണ്ട് പറയുന്നു, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിനാ. അല്ലാഹുവേ കണ്ട് പടച്ചവര്, നരകം കണ്ട് പടച്ചവര്, നരകത്തിന്റെ വലിപ്പം കണ്ട് പടച്ചവര്, നരകത്തിന്റെ തീ കണ്ട് പടച്ചവര്, നരകത്തിന്റെ വിളികേക്ക് പടച്ചവര്, ഫർജിനാ ഒരു ചാൻസ് കൂടെ താ അല്ലാഹ്, ഒരവസരം കൂടെ താ അല്ലാഹ്. നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുന്നതിന് ചാൻസിന് വേണ്ടിയാ, ഒരവസരത്തിന് വേണ്ടിയാ, ഒരവസരത്തിന് വേണ്ടിയാ എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. എന്റെ പ്രിയമുള്ളവരെ, മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല, മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് വയലുകൾക്കാവുന്ന മുസ്ലിമേ, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാ. ഇത് അല്ലാഹു എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു ചാൻസാ. നന്നാകണമെങ്കിൽ ഇന്നത്തെ രാത്രി നന്നായിക്കോ. ഇനി ഒരിക്കലും പറയരുത്, ഇനി ഒരിക്കലും പറയരുത് അല്ലാഹു എനിക്കൊരവസരം തന്നില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കോ നിങ്ങൾക്കോ ഇല്ല. ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. ഇറങ്ങുമ്പോ കരഞ്ഞു വിളിച്ചോ, എന്ത് വേണമെങ്കിലും പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞു ചോദിച്ചോ. നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാടാ ചെറുപ്പക്കാരാ. നേരം വെളുപ്പിക്കല്ലടാ കുഞ്ഞിനോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അവസാനത്തെ രാത്രിയാണോട്. നന്നാകണമെങ്കിൽ ഇന്നത്തെ രാത്രി ഇവിടെ ഇരുന്ന് നന്നായിക്കോ. നാളെ സമയമെത്തുമ്പോ മൂന്നലക്ഷം വെള്ളത്തുടികൾ പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിടാറുള്ളതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവാ. രോഗം വേണമെന്നില്ല, പ്രായമാകണമെന്നില്ല, നരക്കണമെന്നില്ല, ഒരു രോഗമില്ലാത്തവരെ പെട്ടെന്ന് പെട്ടെന്ന് വീണുപോയി മരിക്കുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബറ് കുടിച്ചിട്ടിരുന്നതാ പൊന്നുമോര്. സ്വന്തം കൈകൊണ്ടൊരു കബറ് കുടിച്ചിട്ടിരിക്കുകയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ കബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയോ. രാവിലെ എഴുന്നേറ്റ് കബറിനകത്ത് കിടന്ന് കരയുകയാണ്. എന്നിട്ടാണ് എഴുന്നേറ്റ് വെളിയിലേക്ക് പോകുന്നത്. ഇതിലൂടെ പാതിരാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവേ സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയാ. കുടുംബക്കാര് ചോദിച്ചു, മോനെ റബിയ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് കബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന വീടാണല്ലോ, എന്റെ വാപ്പവരില്ലല്ലോ, ഉമ്മവരില്ലല്ലോ,
മക്കള് വരില്ലല്ലോ, കൂടപ്പുറത്ത് വരില്ലല്ലോ, കൂട്ടുകാര് വരില്ലല്ലോ, കൂടെ കിടന്നവര് വരുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഏകനായി പോയി കിടക്കേണ്ട വീടല്ലേ, ഇവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്. القبر أول منزل من منازل الآخرة. ഇവിടെ രക്ഷപ്പെട്ട റബിയ രക്ഷപ്പെട്ടു പോയല്ലോ, ഇവിടെ പരാജയപ്പെട്ടു പോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കബറിനകത്തിറങ്ങി കിടന്ന് കരയുന്നതെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചില ചെറുപ്പക്കാര് പറയും അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് സുഖിക്കാനോ, ആയുസപ്പെടാൻ അവസാനിക്കുന്നതെന്നറിയില്ല, ജീവിക്കുന്ന കാലം സുഖിക്കാനുള്ളതോ ആസ്വദിക്കാനുള്ളതോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ, ആരാടാ പറഞ്ഞത് ആയുസ് സുഖിക്കാനുള്ളതാണെന്ന്, ആസ്വദിക്കാനുള്ളതാണെന്ന്? എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതാണോ, എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതാണോ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് ചവിട്ടി തേക്കാൻ കൊടുക്കാനുള്ളതാണോ? ഇല്ലടാ, പടച്ചുറപ്പ് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, അല്ലാഹു തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, അതാർക്കും കൊടുക്കാനുള്ളതല്ല, തന്റെ കാമുകിക്ക് കൊടുക്കാനുള്ളതല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് കൊടുക്കാനുള്ളതല്ല, നിനക്ക് പെണ്ണുപിടിച്ചും ആസ്വദിച്ചും സുഖിച്ചും കള്ളു കുടിച്ചും നടക്കാനുള്ളതല്ല. ഈ ആയുസ് അല്ലാഹുള്ളതാടാ പൊന്നുമോനെ. ഈ ആയുസ് പടച്ചറപ്പിന് കൊടുത്താലാണ് നിനക്ക് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കിട്ടുന്നത്. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കാണാനിടകില്ലാത്ത പടച്ചവനെ കറുത്ത നിറമുള്ള സഅദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ നബിയേ? സൗന്ദര്യമുള്ളവര് മാത്രമേ സ്വർഗ്ഗത്തിൽ കിടക്കാറുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകരോട് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ, സ്വർഗ്ഗത്തിൽ കിടക്കണമെങ്കിൽ സൗന്ദര്യം വേണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ സഅദ്? ചോദിക്കാനുള്ള കാരണം എന്താണ്? കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമാണ് നബിയേ. ഏത് വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാൽ എനിക്ക് സൗന്ദര്യമില്ലാത്തത് കാരണം, എനിക്ക് പണമില്ലാത്തത് കാരണം അവരെന്നെ ആട്ടിയിറക്കുന്നു നബിയേ, എന്നെ കളിയാക്കുന്നു നബിയേ, ആരും എനിക്ക് പെണ്ണ് തരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് കറുത്തവനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് വിവാഹം കഴിക്കണോ? നിനക്ക് വിവാഹം കഴിക്കണോ? എനിക്ക് കഴിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവിടുന്ന് ചോദിച്ചു, സഅദ്, അംറുബ്നു ബഖറിന്റെ വീട് നിനക്കറിയുമോ സഅദ്? ആ നാട്ടിലെ ഏറ്റവും വലിയ പടക്കാരനോ, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിനക്ക് വീടറിയുമോ? ഞാൻ യാ റസൂലല്ലാഹ്, എനിക്ക് ആ മനുഷ്യന്റെ വീടറിയാറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തിനൊരു പെണ്ണുമോളുണ്ട്, നീ ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പെണ്ണ് ചോദിക്കു സഅദ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പാവപ്പെട്ടവര് പോലും എന്നെ ആട്ടിയിറക്കുന്നു നബിയേ, പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന് തന്റെ സുന്ദരിയായ പൊന്നുമോളെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനാ പറഞ്ഞത് ചെന്ന് ചോദിക്കു സഅദ്, ഞാനാ പറയുന്നത് ചെന്ന് ചോദിക്കു സഅദ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അംറുബ്നു കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് കടന്നു. അവിടെ ചെന്ന് സലാം പറഞ്ഞു, അവിടെ ചെന്ന് സലാം പറഞ്ഞു. അംറുബ്നു ബഖർ ഇറങ്ങി വരികയാണ്. അവിടെ ചോദിക്കുന്നു, മനുഷ്യ, നിങ്ങളുടെ പൊന്നുമോളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാഹുവേ,
ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അംറിബ്നു ബഹ്റിന് കോപം കൊള്ളുകയാണ്, മുഖമെല്ലാം ചുമക്കുകയാണ്. ഇറങ്ങടാ, എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചവരില്ലടോ. എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ചോദിക്കാറ്, എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ചോദിക്കാർ, നിനക്ക് എങ്ങനെയാടാ ധൈര്യം കിട്ടിയത്? അവിടെ നിന്ന് ചോദിക്കുമ്പോ പറയുന്നു, എന്നെ അള്ളാന്റെ റസൂലാ പറഞ്ഞു വിട്ടത്, എന്നെ ലോകത്തിന്റെ നേതാവാ പറഞ്ഞു വിട്ടത്. കള്ളം പറയാതെ ഇറങ്ങിപ്പോകടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകടോ. പറയുന്ന ചെറുപ്പക്കാരനെ ആട്ടിയിറക്കുകയാണ്. പഠിച്ചവര് അംറിബ്നു ബഹ്റിന്റെ സുന്ദരിയായ പൊന്നുമോളി കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാ. വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് ആട്ടിയിറക്കിയത്? എന്തിനാ മനുഷ്യനെ വേദനിപ്പിച്ചത്? അവന് സൗന്ദര്യമില്ലെങ്കിലും, അവന് കാണാൻ അഴകില്ലെങ്കിലും, അവന് പണമില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു വാപ്പാ. ആ മനുഷ്യനെ വിഭാഗം കഴിക്കാൻ എനിക്ക് സമ്മതമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ പറഞ്ഞു വിടൂല. ആ മനുഷ്യനെ വേദനിപ്പിച്ചത് ശരിയായില്ല. ചെന്നിട്ട് പറവാപ്പാ സമ്മതമാണെന്ന് പറയുമ്പോ അംറിബ്നു ബഹ്ർ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു വിട്ടതാണെങ്കിൽ പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും എനിക്ക് സമ്മതമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സഅദിനെ വിളിച്ചു. സഅദിന് വല്ലാത്ത സന്തോഷമായി. നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ സുന്ദരിയായ മകളെയാണ് എനിക്ക് വിവാഹം കഴിച്ചു തരുന്നത്. വല്ലാത്ത സന്തോഷത്തിലായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ്, വിവാഹത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങു സഅദ്, പുതുവസ്ത്രങ്ങൾ വാങ്ങു സഅദ്, മണവാട്ടിക്കുള്ള വസ്ത്രങ്ങൾ വാങ്ങു സഅദ്. സഅദ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവനാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സ്വഹാബത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ടുവരാർ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 പേരുടെ വീട്ടിലും കടന്നു ചെന്നു. അവിടുന്ന് പണവുമായി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, സഅദ്, കമ്പോളത്തിൽ പോയിട്ട് പുതുവസ്ത്രം വാങ്ങി സഅദ്, വിവാഹത്തിന് ധരിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങി സഅദ്, മണവാട്ടിക്ക് മഹർ കൊടുക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങുന്നതിന് വേണ്ടി കമ്പോളത്തിലേക്ക് പറഞ്ഞു വിടുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹ ജീവിതം സ്വപ്നം കണ്ടു കഴിയുന്ന സഅദ് എന്ന ചെറുപ്പക്കാരൻ അതാ കമ്പോളത്തിലേക്ക് കടന്നു തന്നിട്ട് തന്റെ മണിയറകിലേക്ക് കടന്നു പോകുമ്പോ തനിക്കും തന്റെ മണവാട്ടിക്കുമുള്ള വസ്ത്രം ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രം ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കുമ്പോ ആരോ വിളിച്ചു പറയുന്നു, ജനങ്ങളെ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാ, യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാ. കേൾക്കേണ്ട താമസമുണ്ടല്ലോ. വിവാഹ പന്തലിലേക്ക് കടന്നു പോകേണ്ട സഅദ് എന്ന ചെറുപ്പക്കാരൻ തനിക്ക് ധരിക്കാനുള്ള വസ്ത്രവും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഈ വിളിച്ചു പറയുന്ന വിളിയെന്ന് കേൾക്കുന്നത്. അവിടെ നിന്ന് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. നാളെ കല്യാണമാണെന്ന് മറന്നുപോയി, നാളെ മണിയറയിലേക്ക് പോകേണ്ടവരാണെന്ന് മറന്നുപോയി, പിന്നെയും കാത്തുകൊരു സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കുന്നു എന്ന് മറന്നുപോയി. വാങ്ങിയ വസ്ത്രമെന്ന് തിരിച്ചു കൊടുക്കുകയാ, വാങ്ങിയ പുതുവസ്ത്രമെന്ന് തിരിച്ചു കൊടുക്കുകയാ. എന്നിട്ടൊരു കുതിരയെ വാങ്ങി, ഒരു വാള് വാങ്ങി, ഒരു പടയങ്കി വാങ്ങി, ഒരു തലപ്പാവ് വാങ്ങി. വിളിച്ചവരെ, എന്നിട്ട് തലപ്പാവ് കൊണ്ട് മുഖമങ്ങ് മറയ്ക്കുകയാ, ആളറിയാതിരിക്കാ. 2 കണ്ണൊഴികെ ബാക്കി മുഴുവനും മറക്കുകയാണ്. പിന്നെ യുദ്ധക്കളത്തിലേക്ക് പായുകയാ.
ശത്രുക്കൾക്ക് നടുവിലേക്ക് പാഞ്ഞിറങ്ങുകയാ, ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയാ. അല്ലാഹുവേ, സഹാബത്ത് ചോദിക്കുന്നു, ആരാ ആ ചെറുപ്പക്കാരനാരോ, ആരാ ആ ചെറുപ്പക്കാരനാരാ, ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞു കയറുന്ന ആ യോദ്ധാവാരാ? ആർക്കും ആളാരാണെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധം കഴിഞ്ഞു, സഹാബത്ത് ഓടുകയാ. ആരാ പടച്ചവരെ, മുഖം മറച്ച ചെറുപ്പക്കാരനാരാ? ഓടിച്ചൊല്ലി നോക്കുമ്പോ ശരീരം മുഴുവനും തൊണ്ടം കൊണ്ടമായി വെട്ടിമുറിച്ചപ്പോ സങ്കരാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മുഖത്ത് കെട്ടിയിരിക്കുന്ന തുണിയും കഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കല്യാണ പന്തലിലേക്ക് കടന്നു പോകുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് പറയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തലയെടുത്ത് വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅദേ, എന്തിനാ നീ മുഖം മറച്ചത്? എന്തിനാ നീ മുഖം മറച്ചത്? യാ റസൂലല്ലാഹ്, എന്നെ കണ്ടാൽ തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാറിയേ. എന്നെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കാതെ കല്യാണ പന്തലിലേക്ക് തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാറിയേ. ഒന്ന് കാണാതിരിക്കാരാണ്, അങ്ങറിയാതിരിക്കാരാണ് മുഖം മറച്ചതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്കാനായിരുന്നല്ലോ, നിന്റെ കല്യാണമായിരുന്നല്ലോ, നിന്നെയും കാത്തൊരു പെണ്ണ് കാത്തിരിക്കുന്നല്ലോ. ആ സമയത്ത് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു കൊല്ലുമ്പോ അല്ലാഹു എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ തന്ന ജീവിതം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ടേ റബിയേ, പറയാനൊരു മറുപടി വേണ്ടേ? എനിക്ക് നാളെ അങ്ങ് കിടക്കുന്ന ഫിർദൗസുണ്ടല്ലോ, ആ ഫിർദൗസിൽ അങ്ങയുടെ കൂടെ നടക്കണമെന്ന് വല്ലാത്ത മോഹമാലുബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കടന്ന് ശഹീദാവുകയാ. അവിടുത്തെ നമസ്കാരം കഴിഞ്ഞു, ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. ഖബറിന്റെ ചാരത്തിൽ നിന്ന് പ്രവാചകനെ പുഞ്ചിരിക്കുകയാണ്. പെട്ടെന്ന് തലയങ്ങ് തിരിക്കുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയേ പുഞ്ചിരിച്ചതെന്തിനാ നബിയേ, തലതിരിച്ചതെന്തിനാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, സഅദിന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ സ്വർഗ്ഗത്തിലെ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന് വേണ്ടി തമ്മിലടിക്കുന്നു സഹാബാ. ദുനിയാവിലെ ഒരു പെണ്ണിനെ മാറ്റിവെച്ചപ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങൾ കിടന്ന് തമ്മിലടിക്കുകയാ. എനിക്ക് വേണം, ഈ ചെറുപ്പക്കാരനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുകയാണ്. ആ സമയത്തൊരു പെണ്ണിന്റെ മടം പങ്കാൽ വെളിവായി സഹാബാ. ഔറത്ത് കാണാതിരിക്കാനാണ് ഞാൻ എന്റെ തലതിരിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തിയ യുവത്വമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിൽ നിന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സഹാബാ, പോയാൽ ഇതുപോലെ പോകണം സഹാബ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബ. അതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, എങ്ങനെ പോകണമെന്നറിയുമോടാ പൊന്നുമോര്? സ്റ്റോപ്പിലെ ബസ് കാത്തു നിൽക്കുന്നവന്റെ സമയമല്ലേ നിനക്കുള്ളൂ. പാണ്ടും കൊടുത്തു, ഈ കാമത്തും കൊടുത്തല്ലോ, കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ട് കിടത്തുന്ന സമയമല്ലേ ഉള്ളൂ. ഈ ജീവിക്കുന്ന തുച്ഛമായ ഈ കാലയളവില് എങ്ങനെ ജീവിക്കണമെന്നറിയുമോ? ജീവിച്ചിട്ട് എങ്ങനെ മരിക്കണമെന്നറിയുമോ? نفسه ابتغاء مرضات الله والله رؤوف بالعباد. മോനെ
അല്ലാഹു തന്ന ജീവിതം അല്ലാതെ കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് മരിക്കണമെടാ പൊന്നുമോരെ, പകരം സ്വർഗം വാങ്ങിയിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹു തന്ന ആയുസ് സുഖിക്കാനുള്ളതല്ല, അല്ലാഹു തന്ന ആയുസ് സുഖിക്കാനും ആസ്വദിക്കാനും നിനക്ക് തോന്നിവാസം കാണിക്കാനുള്ളതല്ല, ആർക്കെങ്കിലും ചവിട്ടിത്തേക്കാൻ കൊടുക്കാനുള്ളതല്ല. ഓരോ സെക്കൻഡിനും വല്ലാത്ത വിലയാ മോനെ, ഓരോ നിമിഷത്തിനും വല്ലാത്ത വിലയാണ്. അത് കാമുകിക്ക് കൊടുക്കാനുള്ളതല്ല, സിനിമാ താരങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല, സീരിയൽ നടിമാർക്ക് കൊടുക്കാനുള്ളതല്ല, ഫുട്ബോൾ താരങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല, ക്രിക്കറ്റ് താരങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവന് വേണ്ടി കൊടുക്കാനുള്ളതല്ലടാ. അല്ലാഹു തന്ന ആയുസ് അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹു തന്നെ ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. സുരാജേ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? വാപ്രിയത്തന്നോ പ്രിയത്തന്നോ ഭാര്യമക്കളെ തന്നോ പണം തന്നോ കൈ തന്നു കണ്ണ് തന്നു കാല് തന്നു നീ ചോദിക്കാതെ എല്ലാം നിനക്ക് വാരിക്കോരി തന്നു. കൈവെള്ളയിൽ നിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? ഇല്ലടാ മോനെ, ഇല്ലടാ മോനെ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ലടാ, അല്ലാഹുവാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആർക്കെങ്കിലും കൊടുക്കാനുള്ളതല്ല. വിവാദങ്ങൾ ഉണ്ടാകുമ്പോ പറയുന്ന സിനിമാ ഗാനത്തിന്റെ പേരില് അല്ലാഹു തന്ന ആയുസ് പാഴാക്കി കളയാനുള്ളതല്ല, ആർക്കെങ്കിലും മറുപടി പറയാറുള്ളതല്ല. എന്റെ പ്രിയമുള്ളവരെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണ ചെറുപ്പക്കാരോ. അതിന്റെ സദസ്സിലേക്ക് എത്രയോ കിലോമീറ്ററുകള് കടന്നിട്ട് വാഴന വരുന്ന കൂട്ടുകാരുണ്ടല്ലോ. ചോദിക്കുമ്പോ പറയും, ഉസ്താദേ സ്വർഗത്തിൽ ഒരുമിക്കണ്ടേ? അല്ലാഹുവേ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലാതെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ പള്ളിയുടെ മുന്നിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നവൻ നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനല്ല. വാഴന് പോകുന്നവനെ കയ്യിൽ പിടിച്ച് സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോകുന്നവർ, ഫുട്ബോൾ കളി കാണാൻ കൊണ്ടുപോകുന്നവർ, ഇവരാരും നിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളല്ല. ഇവന്മാരൊക്കെ ചതിയന്മാരാ, ഇവന്മാരൊക്കെ നിന്റെ ഏറ്റവും വലിയ ശത്രുവാ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുമോ? എന്റെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞു തരാ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ട് കൂട്ടുകാരെ പറഞ്ഞു തരാ. ഉഹുദിന്റെ രണാകണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു രാത്രി വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ, രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ. അത് രാത്രി വീടിന്റെ മുന്നിൽ ചെന്ന് വിളിക്കുന്ന കൂട്ടുകാരാ, എന്റെ കൂടെ ഇന്ന് വരുവോ? പെണ്ണ് പിടിക്കാനല്ല, പെണ്ണ് പിടിക്കാനല്ല, പലിശ മേടിക്കാനല്ല, വ്യഭിചരിക്കാനല്ല, ആരാമായ കാര്യങ്ങൾ ചെയ്യാനല്ല. അത് രാത്രി നിന്റെ വീട്ടിൽ പോയി കൂട്ടുകാരനെ വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ ഉൾപ്പെടുത്തു, രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിരുന്നു കൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്ന കൂട്ടുകാരോ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പോവുകയാ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയടൂ, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയടൂ. എന്നിട്ട് ദുആ ചെയ്യുന്ന റബ്ബേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോവുകയാണ്. എന്റെ ജീവനോട് എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ എന്നെക്കാലം യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണേ പടച്ചവര്. എന്റെ കൈ മുറിക്കണേ പടച്ചവര്, എന്റെ കാല് മുറിക്കണേ പടച്ചവര്, എന്റെ ചെവി മുറിക്കണേ പടച്ചവര്, എന്റെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണേ അല്ലാ. ചെയ്യുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്നുകൊണ്ട് കരയുകയാണ്, അവിടെ ഇരുന്നുകൊണ്ട് കരയുകയാണ്. ആമീൻ പറയാൻ കഴിയുന്നില്ല. കാരണം കൂട്ടുകാരൻ മരണമാ
മരണമാണ് ചോദിക്കുന്നത്. ആ സമയത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, എനിക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയടേ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുവോ? അവനൊന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്നെ ജീവനോട് എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാഹ്. നെഞ്ചുരുട്ടിയിട്ട് പറഞ്ഞു ആമീൻ. എന്റെ കൈ രണ്ടും മുറിക്കണേ അല്ലാഹ് ആമീൻ. എന്റെ കാല് മുറിക്കണേ അല്ലാഹ് ആമീൻ. പാതിരാത്രി രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്തു, കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. ആരെയോ തേടി ഓടുകയാണ്. ഷഹീദായി കിടക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിലൂടെ ഓടിച്ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഓടിയതെന്തിനെന്നറിയുമോ? ഇന്നലെ രാത്രി കൂട്ടുകാരൻ ദുആ ചെയ്തല്ലോ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാനാ ഓടിച്ചെന്ന് നോക്കുമ്പോ മരണത്തോട് മുരടിച്ചുകൊണ്ട് കിടക്കുകയാണ്. കൈ മുറിച്ചിട്ടുണ്ട്, കാല് മുറിച്ചിട്ടുണ്ട്, ചെവി മുറിച്ചിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി മുറിച്ചിട്ടിരിക്കുകയാണ്. അവിടെന്ന് പറയുന്ന കൂട്ടുകാരാ, അല്ലാഹുവോട് പറയാ ഒരു മറുപടിയുണ്ടല്ലോ. എന്റെ കൈ കൊടുത്തിറപ്പ്, എന്റെ കാല് കൊടുത്തിറപ്പ്, എന്റെ ചെവി കൊടുത്തിറപ്പ്, എന്റെ മക്കളെ കൊടുത്തിറപ്പ്, എന്റെ ഭാര്യയെ കൊടുത്തിറപ്പ് എന്ന് നാളെ പടച്ചിറപ്പിനോട് പറയാമല്ലോ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, സ്വർഗത്തിലെ ഫിർദൗസ് എന്ന സ്വർഗം വേണോ? 100ാമത്തെ പദവി വേണോ? പ്രവാചകന്മാരുടെ കൂടെ നടക്കണോ? ഒരു ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്തണേ, ഒരു ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്തണേ. നാളെ പരലോകത്ത് കടന്നു വെല്ലുമ്പോ അല്ലാഹു ചോദിക്കുന്ന 1ാമത്തെ ചോദ്യത്തിന് മറുപടി പറയാ. നിന്റെ കയ്യിൽ ഒരു ഉത്തരമുണ്ടെങ്കിൽ നിനക്ക് ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന 1ാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്കോ നിങ്ങൾക്കോ ഒരു മറുപടി കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉത്തരവില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനവുമായി അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കിട്ടുന്ന 1ാമത്തെ വിഭാഗം അല്ലാഹു തന്ന ആയുസ് ആരെങ്കിലും അല്ലാഹു കൊടുത്ത അല്ലാഹു ഫിർദൗസ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 5 വിഭാഗമുണ്ട്. 2ാമത്തെ വിഭാഗം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2ാമത്തെ വിഭാഗം പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ആ സുന്നത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന മനുഷ്യന് ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകന്റെ സുന്നത്ത് സ്വന്തം ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ മനുഷ്യന് ഫിർദൗസ് ഉണ്ട്. അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. ആരുടെ ജീവിതത്തിലാ സുന്നത്തുള്ളത്? എന്റെയും നിങ്ങളുടെയും ജീവിതം തെരഞ്ഞു നോക്ക്. സുന്നത്തൊക്കെ ചെയ്യും, പക്ഷെ നിത്യമായിട്ട് ചെയ്യണ ഒരു സുന്നത്തെങ്കിലും ഉണ്ടോ? ഞാനും നിങ്ങളും നിത്യമായിട്ട് ചെയ്യുന്ന ഒരു ഇന്ന് സുന്നത്തെന്ന് പറഞ്ഞാൽ നിസ്സാരായി പോയി. ഉസ്താദന്മാരോട് ചോദിക്കും, സുന്നത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞ അള്ളാഹു നരകത്തിലൊന്നും ഇടൂല്ലല്ലോ, അങ്ങനെ മസല.
ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലല്ലോ. ഇന്നെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്ത് ഇന്ന് ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സുന്നത്ത് ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കുക, ഇന്നു മുതൽ ഏതെങ്കിലും ഒരു സുന്നത്തെങ്കിലും മരിക്കുന്ന കാലത്തോളം മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു സുന്നത്ത് ചെയ്തൂടെ? ഏത് സുന്നത്തി? ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സുന്നത്ത് ഞാൻ പറയാം. എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന ഒരു സുന്നത്ത്, ആർക്കും എതിർപ്പില്ല. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്തല്ലേ? ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ലോകത്ത് ആർക്ക് ഏതെങ്കിലും മുസ്ലിമിന് എതിർപ്പുണ്ടോ? ഇല്ല. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താ. ഈ ഒരു സുന്നത്ത് മരിക്കുന്ന കാലത്തോളം മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ തീരുമാനിക്കണവരെന്ന് കൈവക്കിക്ക് പ്രതിഫലം ഞാൻ പറയാം. ഇന്നു മുതൽ ഇനി കൈ പൊക്കാത്തവൻ നിനക്കിനി അവസരമില്ല. കേട്ടോ, പ്രതിഫലം പറയുമ്പോൾ നീ ചിന്തിക്കോ, അള്ളാഹുവെ പൊക്കാൻ പറ്റിയില്ലല്ലോ വിളിച്ചത്. പ്രതിഫലം പറഞ്ഞു കഴിയുമ്പോൾ നീ ആരേക്കും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമെന്ന് തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയത്ത് ചെയ്തവര് കൈവക്ക്, പ്രതിഫലം പറയാം. കൈവക്കിക്കോ, താഴ്ത്തല്ല പൊക്കിക്കോ. അള്ളാഹു നിങ്ങൾക്ക് 4 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൈപൊക്കിയ നിങ്ങൾക്ക് അള്ളാഹു 4 പ്രതിഫലം തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എങ്ങനെയാപ്പാ സുന്നത്ത് ചെയ്തൂടെ? ഒന്ന് കൈവക്കിക്കേ. എന്നെ വിമർശിക്കാതിരുന്നാ മതി. കേബിള് പിടിക്കുന്ന കൈയല്ലേ, റിമോട്ട് പിടിക്കണ കൈ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദെ സമാധാനം ഇല്ല ഉസ്താദെ, വീട്ടില് മക്കള് തമ്മിൽ ശത്രുക്കളെ പോലെയാ, കീരിയും പാമ്പിനെ പോലെയാ ഭാര്യയും ഭർത്താവും. പണമുണ്ട്, എല്ലാം ഉണ്ട്, ഒരു സമാധാനമില്ല. എന്താണെന്ന് അറിയത്തില്ല. ഭർത്താവിന്റെ കച്ചവടമൊക്കെ കുത്തുവാള എടുത്തിപ്പോ എത്തിങ്കാനലായി പോകും. ഉസ്താദെ വീടിനെന്തോ കുഴപ്പമുണ്ട്, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ഒന്ന് നോക്കാൻ. കന്നിമൂലയ്ക്കല്ലടി കുഴപ്പം. ഉസ്താദിന്റെ വന്നിട്ട് കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഓക്കാ കുഴപ്പമില്ലാതെ കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്തോ കന്നിമൂല? എന്ത് കന്നിമൂല? എല്ലാരും ഇങ്ങനെ, സമയം ശരിയല്ല ഉസ്താദെ. എടാ നിന്റെ സമയം നീയാ ശരിയാവാത്തത്, സമയമല്ല. സമയത്തിന് എന്ത് കുഴപ്പം? എല്ലാരും വന്നിട്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും ഓടി വന്നിട്ട് പറയും, ആരോ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുക. അങ്ങനെ കച്ചവടമൊക്കെ തകർന്ന് വല്ലാത്ത പ്രയാസം ജീവിതത്തിൽ, ഇങ്ങനെ ദുഃഖവും ദുരിതവും രോഗങ്ങളും കടങ്ങളും കടന്നു വരുമ്പോ പറയും, ആരോ അവൻ മുട്ട കുഴിച്ചിട്ടതാ, അല്ലെങ്കിൽ തകട് കൊണ്ട് കുഴിച്ചിട്ടതാ, വെറ്റ എന്റെ വീടിന്റെ മുന്നിൽ കടന്നുകൊണ്ട്. പൊട്ടന്മാരാകുന്ന എന്തിനാ മനുഷ്യന്മാരെ? അതൊന്നുമല്ല. അതൊക്കെ അള്ളാന്റെ വിധി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ സന്തോഷവും ഇതൊക്കെ ഉണ്ടോന്ന് വെച്ചാട്ട് അതില്ലാന്ന് ഞാൻ പറയണില്ല. ഇതൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. സിഹിർ ചെയ്യാൻ പാടില്ല, വൻപാവ. അള്ളയല്ലേ പറഞ്ഞ ചെയ്യാൻ പാടില്ല എന്ന്. അത് ഫലിക്കുന്നുള്ളത് വേറെ വിഷയം, അതിന് പ്രതിവിധി വേറെ വിഷയം. എന്റെ പ്രിയമുള്ളവരെ, സിഹിർ അത് ചെയ്യാൻ പാടില്ല. ചെയ്ത വൻപാവ. ചെയ്തവനുള്ളത് അള്ളാഹ് കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും സിഹിർ ചെയ്താൽ ആ സിഹിർ ചെയ്യാൻ പാടില്ല, ചെയ്തവനുള്ളത് അള്ളാഹ് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ? നീ എന്തിനാ പഠിക്കണേ? നീ എന്തിനാ അവനെ പ്രതിവിധി ചെയ്യാൻ നടക്കണത്? നിന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്നപ്പോ നീ അനുഭവിക്കേണ്ടത് മുഴുവൻ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങ് അനുഭവിക്കുക. നിനക്കുള്ളത് അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം, എന്റെ പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ സന്തോഷവും സമാധാനം കിട്ടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. എല്ലാ വസ്തുക്കളും നിന്നെ ശപിക്കും. എന്നും വാങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളുടെയും ശാപം നീ വാങ്ങിവെക്ക. പിന്നെങ്ങനെ നിനക്ക് സമാധാനം കിട്ടാ? മലക്കുകൾ ശപിക്കുന്നു, മരങ്ങൾ ശപിക്കുന്നു, ഇലകൾ ശപിക്കുന്നു, മൃഗങ്ങൾ ശപിക്കുന്നു, മണ്ണ്, നിന്റെ കല്ലും മണ്ണും ഇഴജന്തുക്കൾ വരെ നിന്നെ ശപിക്കുക. പിന്നെങ്ങനെ നിനക്ക് നല്ല ജീവിതം കിട്ടുക? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മുതൽ ജീവിതത്തിൽ സൂക്ഷിക്കൂ. തലകുത്തി നിസ്കരിക്കണമെന്നൊന്നുമല്ല. പൈസ ചെലവൊന്നുമില്ല. നീ ചെയ്യുന്ന 3 കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. മനുഷ്യ ചിലപ്പോ ഇത് കാരണം നീ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ടാ പറ.
ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ കാര്യം, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വീട്ടിലെ സർവ്വ പ്രശ്നങ്ങൾക്കുള്ള ഒന്നാമത്തെ കാരണം നിന്റെ ഒടുക്കത്തെ കുടിയ കള്ളുകുടിയല്ല, ഇടതേ കൈകൊണ്ടുള്ള വെള്ളം കുടി. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവന് സർവ്വചരാചരങ്ങളും ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. കുടിക്കൂല ഇടത് കൈകൊണ്ട്? ഇല്ലുസ്താദ്, ഞാൻ വലത് കൈകൊണ്ടാ കുടിക്കും. ആരാ പറഞ്ഞേ? നീ ചോറുണ്ണുമ്പോ ഏത് കൈകൊണ്ടാ കുടിക്കണം? നീ ചോറുണ്ണുമ്പോ ഏത് കൈകൊണ്ടാ കുടിക്കണം? താടിക്കും തഴമ്പുള്ള വാപ്പ പറ, ഹാജിയാക്കന്മാര് പറ. നീ ഭക്ഷണം കഴിക്കുമ്പോ ഏത് കൈകൊണ്ടാ കുടിക്കണം? ഭക്ഷണം കഴിക്കുമ്പോ എപ്പോഴാ വെള്ളം കുടിക്കേണ്ടത്? ആദ്യത്തിലാണോ അവസാനത്തിലാണോ? ഇടയിലാണ്. എപ്പോഴാ കുടിക്കണ്ടേ? പറ മനുഷ്യന്മാരെ, എപ്പോഴാ വെള്ളം കുടിക്കണ്ടേ? ഇഖ്തിലാഫില്ല. നിങ്ങൾ എപ്പോ വേണമെങ്കിലും കുടിക്കുക, കുഴപ്പമില്ല. നിങ്ങൾ എപ്പോ വേണമെങ്കിലും കുടിക്കുക. പക്ഷെ ഏത് കൈ കൊണ്ടാ കുടിക്കണം? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് വെള്ളം. നിനക്ക് എന്തേ അള്ളാഹ് വലത് കൈ തന്നില്ലേ കുടിക്കാൻ? തിന്നാൻ തന്നില്ല കൈ, എന്താ കുഴപ്പമെന്തേ? നിനക്ക് അല്ലാഹു വലത് കൈ തന്നല്ലോ, നീ എന്തുകൊണ്ട് കുടിക്കുന്നില്ല? നീ എന്തുകൊണ്ട് വെള്ളം വലത് കൈ കൊണ്ട് എടുത്ത് കുടിക്കണില്ല? ഓ, എച്ചില് പറ്റില്ലേ? നിനക്ക് അത്ര നിസ്സാരമായി പോയി പ്രവാചകന്റെ സുന്നത്ത്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നിനക്ക് അത്രയും താഴ്ന്നു പോയി ഒരു എച്ചിലിന്റെ പേരിലില്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈ കൊണ്ട് കുടിക്കാൻ പറ്റിയ വലത് കൈ കൊണ്ട് തന്നെ കുടി. എന്തിനു നീ ഇടത് കൈ കൊണ്ട് കുടിക്കാൻ നിൽക്കുന്നത്? ഇനിയിപ്പോ ഇടത് കൈ കൊണ്ട് കുടിക്കും, അപ്പോഴും കുടിക്കണം എങ്ങനെയാ? ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കളിയാക്കി കുടിയുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈയുടെ, നമ്മൾ താങ്ങണത് പോലെ വലത് കൈയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ആക്കി കുടി. എങ്ങനെയാ വെള്ളം കുടിക്കേണ്ടത്? എങ്ങനെയാ മനുഷ്യന്മാരെ വെള്ളം കുടിക്കേണ്ടത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെയാണ് വെള്ളം കുടിക്കണ്ടേ? നിങ്ങൾ ആരില്ലേ ഫിത്ന ഒന്നും ഉണ്ടാക്കത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, വിവാദങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ വെള്ളം കുടിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയാണല്ലോ. വാട്സപ്പും ഫേസ്ബുക്കും പട്ടിയെ തല്ലുന്നത് പോലെ ഓടിച്ചിട്ട് തല്ലണമല്ലോ എന്തെങ്കിലും കിട്ടാന്. അല്ലെ വിശന്ന് കിടക്കണ പട്ടിയുടെ മുന്നിൽ എല്ലെടുത്തിട്ടാ തിന്നാൻ കാണിക്കുന്ന ഒരു ആർത്തി ഉണ്ടല്ലോ. അതുപോലെ ഉസ്താദന്മാരൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുക. എന്റെ ഇറച്ചിക്കാണെങ്കിൽ ഇത്തിരി ടേസ്റ്റ് കുറവാ, വിട്ടേക്കണം കേട്ടാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനല്ല, ഇപ്പൊ എന്റെ കൂടെ 2 ചെറുപ്പക്കാർ വന്നു. നിങ്ങൾ ആലോചിക്ക്, എന്റെ കൂടെ കോട്ടയ്ക്കിലുള്ള 2 ചെറുപ്പക്കാർ വന്നു. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ മകൻ ബൈക്ക് കച്ചവടക്കാരാ. പെട്രോൾ തീർന്നപ്പം ബൈക്ക് എടുത്തോണ്ട് അവിടെ കോട്ടയ്ക്കൽ ഏതോ പമ്പിൽ എണ്ണ അടിക്കാൻ പോയതാ. ഉടനെ ഒരുത്തം മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു ബൈക്ക് കള്ളനാന്ന് പറഞ്ഞ് വാട്സപ്പ് എടുത്തിട്ട്. നിങ്ങൾ ആലോചിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ കച്ചവടത്തിന് എടുത്തു വെച്ച ബൈക്കും കൊണ്ടൊന്ന് എണ്ണ അടിക്കാൻ പോയപ്പോഴത്തേക്ക് അവനെ കള്ളനാന്ന് പറഞ്ഞ് എടുത്തിട്ട് പ്രചരിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നിൽക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഖദീജ ബീവി, ഇവർ രണ്ടുപേരുടെയും സ്നേഹബന്ധത്തെ കുറിച്ച് പണ്ടൊരു മാപ്പിളപ്പാട്ട് ഇറങ്ങി. ഇപ്പൊ സിനിമയിൽ ഇറങ്ങി. ഈ സിനിമയിൽ ഇറങ്ങിയ പാട്ട് പബ്ലിസിറ്റി ചെയ്താരാ? നമ്മൾ. ആരറിഞ്ഞു ആ പാട്ട്? ആരറിഞ്ഞു? ആരും പറഞ്ഞില്ല. ഇറങ്ങിയപ്പോ പടം പോലും ഇറങ്ങിയില്ല, ഒരു പാട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷെ അതിന് ലോകം മുഴുവനും പബ്ലിസിറ്റി. ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ കാണാനുള്ള കാരണം എന്തേ? നമ്മൾ തന്നെ പ്രചരിപ്പിച്ചു. എന്തേ? ഏതെങ്കിലും ഒരു പടത്തിൽ ഏതെങ്കിലും ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പാടി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ആയിഷ ബീവി അങ്ങ് ഇല്ലാതായി പോവോ? അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞ ആരാ മനുഷ്യ? നമ്മുടെ രാജകുമാരൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത് എവനെങ്കിലും പറഞ്ഞ അങ്ങ് പോകോ? എവനെങ്കിലും പറഞ്ഞാ പോവോ? മരിക്കുമ്പോഴും തൊണ്ട കുഴിയുടെ ഭാഗത്ത് റൂഹെത്തുമ്പോഴും നമ്മൾ ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ അറിയാതെ പറഞ്ഞു പോകും. മുസ്തഫ എന്ന് പറഞ്ഞ അറിയാതെ നാവ് കൊണ്ട് പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഖദീജ ബീവിയുടെ പേര് പറഞ്ഞിട്ട് ഒരു പെണ്ണ് എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ, വികാരം ഇളകിയിട്ട് ഇങ്ങനെ കിടന്ന് ഇളകണത് പോലെ, നാട്ടുകാരൊക്കെ വിളിച്ചു കയറ്റണ പോലെ ഒരു പെണ്ണ് കോപ്രായം കാണിച്ച ഉടനെ ഖദീജ ബീവി ഇല്ലാതാവോ? പറ മനുഷ്യന്മാരെ, ഇല്ലാതാവോ? ആവൂല്ല. ഖദീജ ബീവിയുടെ കാലി കിടക്കണ ചേരുപ്പിനടിയെ പറ്റി ഒരു മണ്ണാകാൻ യോഗ്യതയില്ലല്ലോ. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ അതിനൊക്കെ മറുപടി പറയാം, നമുക്കതൊന്നും സമയമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? സുലൈമാക്ക് എന്നാ പറഞ്ഞേ? ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കാം. വിവാദം ഉണ്ടാക്കത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരൊക്കെ ഇപ്പറ്റി ഉസ്താദിന്റെ അടുക്ക പോയി നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ട് വെള്ളം എടുക്കണം. വലത് കൈകൊണ്ട് കുടിക്കാൻ കഴിയുമെങ്കിൽ വലത് കൈകൊണ്ട് കുടിക്കാം, ഇല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് വെള്ളം എടുക്കണം. ഈ പഴയ ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കുമ്പോ കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല. പറയൂലേ? പറയുവോ ഇല്ലേ? നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം? നിങ്ങളുടെ വാപ്പായുമായും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് വലത് കൈകൊണ്ട് ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തേ? അതിലും ഒരു സുന്നത്തില്ലേ?
ഇങ്ങനെ ആക്കി കുടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ആ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതിനും പറ്റാത്ത ഒരു സാഹചര്യം വന്നാലേ ഇങ്ങനെ കുടിക്കാവൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചൂടെ? ഒന്നീ വലത് കൈ അല്ലെങ്കിൽ വലത് കൈയിൽ വെച്ചിട്ടുള്ള കുടി ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? പറ മനുഷ്യന്മാരെ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്. രണ്ട് ഭക്ഷണം വേസ്റ്റ് ആക്കി കളയല. ഭക്ഷണം നമ്മൾ പാഴാക്കി കളയിൽ. ചായക്കടയിൽ പോയി ഒരു ചായ വാങ്ങിയാലും ആ ക്ലാസ് ചായ അടിക്കുന്നവനുള്ളതാണ്, മുഴുവനും കുടിക്കൂല. ഉസ്താദന്മാരെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിക്കും. ഉസ്താദന്മാര് വന്നിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ അങ്ങോട്ട് നക്കി അങ്ങോട്ട് വടിക്ക, കയ്യൊക്കെ ഇങ്ങനെ ഉറിഞ്ച. ഇത് കാണുമ്പോ വിചാരിക്കും ഈ ഒരാഴ്ച ഒന്നും കിട്ടാതെ കിടന്നിട്ട് വന്നതാണ് അല്ലേ ഇരിക്കണേ. അല്ലടാനിയ പട്ടിണി കിടന്നിട്ടൊന്നുമല്ല, തിന്നാനില്ലാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു തന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളെങ്ങനെ ഭക്ഷണം ഇങ്ങോട്ട് ബാക്കി വെക്കല? ബാക്കി വെച്ചേക്കും, വെറുതെ കളയും. താഴെ വീഴുന്ന ഭക്ഷണം എടുത്ത് കഴിക്കൂല, പാഴാക്കി കളയ. എല്ലാരും പാഴാക്കി കളയ. വീട്ടിൽ വിരുന്നുകാര് വന്നാ വിളമ്പി അങ്ങോട്ട് ഇട്ടു കൊടുക്കല്ലേ. സത്യത്തിൽ വീട്ടിൽ വിരുന്നുകാര് വന്നാ ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. വിളമ്പി കൊടുത്ത രണ്ട് കാര്യമാണ്. ഒന്നീ 4 സൈഡ് തിന്നെന്ന് പറഞ്ഞിട്ട് വാരിയും കെട്ടിട്ട് തരും. ഉസ്താദന്മാരൊക്കെ നമ്മുടെ വാതിലൊക്കെ പോകുമ്പോ കയറ്റി അങ്ങോട്ട് ഞാൻ പറയും എനിക്കാരും വിളമ്പണ്ട. കാരണം എന്തേ? എനിക്ക് തിന്നാൻ പറ്റണതല്ലേ തിന്നാൻ പറ്റൂ. 4 സൈഡിൽ നിന്ന് വാരി അങ്ങോട്ട് മറിച്ചിട്ട് തരും. തിന്നെന്ന് എവിടെ തിന്നാനാ? ഇവിടെ വരെ എത്തി, ഇനി എങ്ങോട്ട് തിന്നാനാ? അപ്പൊ ഒന്നീ വിളമ്പിയാൽ അങ്ങനെ വിളമ്പും. അല്ലെങ്കിലോ കല്യാണ വീട്ടിൽ ഇറച്ചി മസാല വിളമ്പണ പോലെ വിറച്ചിട്ടാ വിളമ്പണേ. എന്തിനാ മനുഷ്യന്മാരെ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ വിരുന്നുകാര് വന്ന ഭക്ഷണം വിളമ്പി മുന്നിൽ കൊണ്ടുവെക്കണം. എന്നിട്ട് പറയണം ഇത് നിന്റെ വീട്, നിനക്ക് ഇഷ്ടമുള്ളത് തിന്നെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്നണ പാത്രത്തിൽ തന്നെ ഞാൻ നിങ്ങളും വേസ്റ്റ് കൊടുക്കും അല്ലേ? എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും, വലിയ പദവിയൊക്കെയുള്ള ആളാ, പക്ഷെ തിന്നണ പാത്രത്തിൽ തന്നെ എല്ലും കാണും, മുള്ളും കാണും, എല്ലാം കാണും. വാരി തിന്ന സൈഡിൽ ഇങ്ങനെ വേസ്റ്റ് വെക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരോടാ പറയണേ? നിന്ന് തിന്നുന്ന ആൾക്കാരോടാ. ഇതാരോടാ പറയണത്? നിന്ന് തിന്നെ. ഹാജിയാരെ വീട്ടിലെ കല്യാണം പോയിട്ട് വിളമ്പിക്കോണം, സ്വന്തം നിന്നോണം. തിന്ന കുഴപ്പമൊന്നുമില്ല. ഇവിടെ പെണ്ണുങ്ങളൊക്കെ നോക്കിക്കോ, നാളെ മുതൽ നോക്കിക്കോ. രാവിലെ ഒരു 7 മണിയാകുമ്പോ ഉമ്മായും മക്കളും കൂടെ ഓട്ട മത്സരവാ വീട്ടില്. എടാ മക്കള്, നിങ്ങളൊന്നും അറിയണില്ല. നീ രാവിലെ കഷ്ടപ്പെടും, വൈകിട്ട് കൊണ്ടുവരില്ലേ? നിന്റെ വീട്ടിൽ നടക്കണ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഭാര്യ രാവിലെ 7 മണി വരെ 6:45 വരെ ഉറങ്ങും. 7 മണിക്ക് എഴുന്നേറ്റിട്ട് 7:45 ആകുമ്പോ ബസ് വരും, ഓട്ട മത്സരം. എന്നിട്ട് ഉമ്മ ഭക്ഷണവുമായിട്ട് നിന്നല്ല തിന്നിക്കുന്നത്, ഓടി നടന്നാ തിന്നണം. ഓടി നടക്കാം, മക്കളുടെ കൂടെ ഓടുക, ചായയും കടിയായിട്ട് ഓടുക. ഈ ഓട്ട മത്സരം എന്തിനാണെന്നറിയാവോ? ഒരു പരിശീലനമാ. എല്ലാ ഉമ്മമാരും കേട്ടോ, മക്കൾക്ക് നിന്ന് തിന്നാൻ കൊടുക്കണ ഓരോ ഉമ്മയും കേട്ടോ, നീ ഓടുന്നത് ഒരു പരിശീലനമാ. എന്തിനു വേണ്ടിയാ ഓടുന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, കോഴിക്കോട് മുതൽ തിരുവനന്തപുരം RCC വരെ ഓരോ ഹോസ്പിറ്റലും കേറി ഇറങ്ങി ഓടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നീ ഓടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മരുന്നുകളില്ലാത്ത രോഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ, നിനക്കോടേണ്ടി വരും ഉമ്മ. പെങ്ങളെ, ഇന്ന് നീ നിന്റെ മക്കളുടെ പുറകെ ഓടുന്നു. അവസാനം ഇങ്ങനെയാണ് നീ ഓടുന്നതെങ്കിൽ, നീ തിരുത്താൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ, നീയും നിന്റെ ഭർത്താവും പടച്ചവനെ മക്കളെയും കൊണ്ട് ഇവിടത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതൽ അവസാനം തിരുവനന്തപുരം RCCയുടെ മുന്നിൽ വരെ നിന്റെ മക്കളെ കൊണ്ട് ഓടേണ്ടി വരും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നിന്ന് ഭക്ഷണം കഴിക്കല്ലേ, നിന്ന് ഭക്ഷണം കഴിക്കല്ലേ. കഴിക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കല്ലേ, കയ്യിൽ വെച്ച് ഭക്ഷണം കഴിക്കല്ലേ, ശരീരത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കല്ലേ. ദാരിദ്ര്യമുണ്ടാകുമെന്ന് പണ്ഡിതന്മാര് പറയുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം, ഓർമ്മയുള്ള കാലത്തോളം ചെയ്യുമെന്ന് തീരുമാനമെടുത്ത മുസ്ലിമേ, അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, ദുനിയാവിൽ അള്ളാഹു നിനക്ക് 4 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന് ഈ കൈപൊക്കിയവർക്കുള്ള പ്രതിഫലമാണ്, ഈ നിയ്യത്ത് ചെയ്തവർക്കുള്ള പ്രതിഫലമാണ്. ഒന്ന് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തില് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചവനെ എല്ലാവർക്കും പബ്ലിസിറ്റി വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാവരും എന്നെ ആദരിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ട്, പള്ളി കെട്ടിക്കൊടുക്കുന്നവരുണ്ട്, പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹ് നടത്തുന്നവരുണ്ട്, ലക്ഷങ്ങളും കോടികളും വലിച്ചെറിയുന്നവരുണ്ട്, ഫ്ലെക്സ് അടിച്ചു വെക്കുന്നവരുണ്ട്. ഇതൊന്നും വേണ്ടടാ ചെറുപ്പക്കാരാ. ജനങ്ങളുടെ ഹൃദയത്തില് കള്ളു പിടിക്കണം, പെണ്ണ് പിടിക്കണം, പലിശ തിന്നുന്നവനും പള്ളിയിൽ കയറാത്തവനുമല്ല അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, ഔലിയാക്കന്മാരുണ്ടല്ലോ, തങ്ങന്മാരുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, കാരണവന്മാരുണ്ടല്ലോ, ആജിയാക്കന്മാരുണ്ടല്ലോ, പള്ളിയിലെ ഇമാമമാരുണ്ടല്ലോ. നിന്നെ കുറിച്ച് പള്ളിയിലെ ഖതീബിനോട് ചോദിച്ചാ അവിടെ നിന്ന് പറയും, ഈ നാട്ടുകാരിൽപ്പെട്ട ചെറുപ്പക്കാരിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ചെറുപ്പക്കാരടാ, ഒരു രൂപയുടെ ചെലവ് വേണ്ടടാ, വാപ്പാ നിന്നെ നാട്ടുകാർ മുഴുവനും ബഹുമാനിക്കണോ, പൈസ വേണ്ട വാപ്പാ, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ കഴിയുമോ? ഈ ഷേവിംഗൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നിനക്ക് നല്ലതുപോലെ താടി വളർത്തി വെള്ള വസ്ത്രം ധരിച്ച് തൊപ്പിയുമിട്ട് നടന്നാൽ ആരും നിന്നെ ബഹുമാനിക്കും വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആര് കളിയാക്കിയാലും ആര് പരിഹസിച്ചാലും ശരീരം മറച്ച് ഫർദയുമിട്ട് ഹിജാബുമിട്ട് നടന്നാൽ ഏത് പെണ്ണും നിന്നെ ആദരിക്കും പെങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തെ മുറുകെ പിടിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ എല്ലാവരും ബഹുമാനിക്കും, നിന്നെ എല്ലാവരും സ്നേഹിക്കും. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ മനസ്സിന്റെ ഉള്ളില് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. രണ്ടാമത്തെ പ്രതിഫലമുണ്ട്, രണ്ടാമത്തെ പ്രതിഫലമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനെയും നീ ഭയപ്പെടണ്ടടാ. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില് അല്ലാഹുവല്ലാതെ ഒരുത്തനെയും നീ മരിക്കുന്ന കാലത്തോളം പേടിക്കണ്ട. എല്ലാവർക്കും നിന്നെ പേടിയാടാ, എല്ലാവർക്കും നിന്നെ പേടിയാടാ. നിന്നെക്കാലം പവറുള്ളവനാകട്ടെ, പണമുള്ളവനാകട്ടെ, രാഷ്ട്രീയ ബലമുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, കുടുംബമഹിമയുള്ളവനാകട്ടെ, ആരുമാകട്ടെ പേടിയാടാ പൊന്നുമോനെ. മൈക്ക് കെട്ടിക്കെട്ട് പ്രസംഗിക്കാനേ അറിയത്തുള്ളടാ. നീ എങ്ങാണം മുന്നിൽ പോയി നിന്നാൽ കാല് ഇടറുമടാ ചെറുപ്പക്കാരോ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്, മഹാനായ യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനോ. ഈജിപ്തിന്റെ യൂറോപ്പിലെ ഭരണാധികാരി വിരുന്നിന് വിളിച്ചു, രാജാക്കന്മാരെ മുഴുവനും വിരുന്നിന് വിളിച്ചു. യൂറോപ്പിന്റെ ഭരണാധികാരികളെ കൊട്ടാരത്തിന്റെ നടുവിലേക്ക് കടന്നു ചെന്നു. നേതാക്കന്മാർ മുഴുവനും ഭക്ഷണം കഴിക്കാതിരുന്നു. ആമിർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയുണ്ടല്ലോ, അതാ കൈകഴുകിയിട്ട് ഭക്ഷണപാത്രത്തിന്റെ മുന്നിൽ ഇരിക്കുകയാ. മുസ്ലിം പറഞ്ഞുകൊണ്ട് തന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീടു. പടച്ചവരെ, താഴെ വീണ ഭക്ഷണമെടുത്ത് കഴിക്കൽ പ്രവാചകന്റെ സുന്നത്താണല്ലോ. കൊട്ടാരത്തിലാണെന്ന് ചിന്തിച്ചില്ല, നേതാക്കന്മാരുടെ നടുവിലാണെന്ന് ചിന്തിച്ചില്ല. പ്രവാചകന്റെ സുന്നത്തല്ലേ. ഇടത് കൈകൊണ്ട് താഴെ വീണ ഭക്ഷണമെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ടിട്ട് കഴിക്കുകയാണ്. എല്ലാവരും പുച്ഛത്തോടെ നോക്കുകയാണ്. രാജാവ് ചോദിക്കുന്നു, ആമിറേ
എന്തിനാടാ എച്ചില് വാരി തിന്നുന്നത്? എന്തിനാ വേസ്റ്റ് വാരി തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലേ? എല്ലാവരും കളിയാക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അവരിങ്ങനെ കളിയാക്കുമ്പോ അവിടെ സഹിച്ചില്ല. ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എടാ പാമ്പര വിട്ടികളെ, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാനോ? യൂറോപ്പിന്റെ ഭരണാധികാരികളുടെ കൊട്ടാരത്തിന്റെ നടുവില് അതാ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച ഒരാളെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹുവേ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനാണ്. അതാ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി പടച്ചവനെ കൊല്ലുന്നതിന് വേണ്ടി കൈകാല് കെട്ടിക്കെട്ട് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാ. ഹജ്ജാജ് പറഞ്ഞു, ഇവനെ എനിക്ക് കൊല്ലണം, ഇവന്റെ തല എനിക്ക് വെട്ടണം. പടച്ചവനെ വാളെടുത്തിട്ട് തലവെട്ട വാളുയർത്തുമ്പോ അതാ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഇവരുടെ ഭാഗത്തേക്ക് തല തിരിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് വിളിച്ചു, ഹജ്ജാജ്, എന്നെ കൊല്ലാൻ പോവുകയാണോ? പടച്ചവരെ കിബിലയുടെ ഭാഗത്തേക്ക് തല തിരിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഹജ്ജാജ്, എന്റെ ജീവിതം അല്ലാഹുള്ളതാണോ? എന്റെ ജീവിതം അല്ലാഹുള്ളതാണോ? എന്നെ കൊന്നാൽ എനിക്കൊന്നുമില്ലടോ. ഹജ്ജാജ് പറഞ്ഞു, നീ എങ്ങനെ കിബിലയുടെ ഭാഗത്ത് കിടന്ന് തല വെച്ചിട്ട് ചാകണ്ടടോ? തല പിടിച്ച് തിരിച്ചു പിടിച്ചു, എന്നിട്ട് വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും പറഞ്ഞു, ഹജ്ജാജ്, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, എടാ കിഴക്കും പടിഞ്ഞാറും അല്ലാഹുള്ളതാ, എങ്ങോട്ടിട്ട് വേണമെങ്കിലും നീ വെട്ടിക്കോ. ഹജ്ജാജ് മുഖം പിടിച്ചിട്ട് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു. തിരടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചോദിച്ചു, ഹജ്ജാജ്, മണ്ണിൽ താഴ്ത്തി വെച്ചിട്ട് എന്നെ കൊല്ലാൻ പോവുകയാണോ? എടാ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറത്തൻ ഉഖ്റാ. അല്ലാഹു പച്ച മണ്ണിൽ നിന്നാടാ എന്നെ സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാടാ മടക്കുന്നത്. ഹജ്ജാജിന് വല്ലാത്ത ദേഷ്യം വന്നു. പിടിച്ചു മലർത്തി കിടത്തി ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണ്. കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു, ഹജ്ജാജ്, ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ലടാ. എങ്ങനെ വേണമെങ്കിലും നീ കൊന്നോ, എനിക്കൊന്നുമില്ലടാ. എന്റെ ജീവിതം അല്ലാഹുള്ളതാടാ. ഇതാണടാ ചെറുപ്പക്കാരോ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റിയാലുള്ള ധൈര്യം. ഇതാടാ പെണ്ണുപോര്. മൂന്നാമത്തെ പ്രതിഫലം പെങ്ങള്, ഈ സദസ്സിൽ നിന്നിട്ട് നീ കൈവക്കിയല്ലോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസയില്ല, തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതി അല്ലാഹു നിനക്ക് തരില്ല പെങ്ങളെ. പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി തെണ്ടേണ്ട ഒരവസ്ഥ അല്ലാഹു നിങ്ങൾക്ക് തരില്ല ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചോ, അല്ലാഹു നിന്റെ റിസ്കിലെ ബർക്കത്ത് തരുന്നോരേ, അല്ലാഹു നിന്റെ റിസ്കിലെ ബർക്കത്ത് തരുന്നോരേ. നാലാമത്തെ പ്രതിഫലമല്ലോ കൈവക്കാൻ മടിച്ചവരെ, പറയാ മടിച്ചവരെ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമുണ്ടല്ലോ, സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, ആരോഗ്യത്തോടുകൂടി നടക്കണമെന്നല്ല. ഈമാനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന
ഇരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനല്ലേ ഈമാനുള്ള ഒരു മരണമല്ലേ എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം അല്ലാഹു നിന്റെ ഈമാൻ ഉറപ്പിക്കുമ്പോ അല്ലാഹു നിന്റെ ഈമാൻ ഉറപ്പിക്കുന്ന ചെറുപ്പക്കാരാ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമോ പതിനീങ്ങളുടെ ഈമോ അല്ലാഹുവേ ഒടിഞ്ഞ വാളുമായി വെട്ടിയ വയറുമായി പടച്ചവരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശത്രുക്കൾക്ക് നടുവിലേക്ക് കടന്നുപോയ പതിനീങ്ങളുടെ ഈമാൻ വേണ്ടേടാ പൊന്നുമോരെ. അല്ലാഹുവേ പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, കന്നവന്മാരുടെ കൂടെ പെൺമക്കൾ ഓടുന്ന കാലമാണ്. 18 കൊല്ലം പൂർത്തി വളർത്തിയ മാതാപിതാക്കളെ വേണോ ഇന്നലെ കണ്ടവനെ വേണോ എന്ന് ചോദിക്കുമ്പോ എനിക്കെന്റെ വാപ്പയും ഉമ്മയെയും പേടിയാണ്, എനിക്കെന്റെ കാമുകനെ മതി എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ച് ഇറങ്ങി പോകുമ്പോ കോടതിയുടെ മുന്നിൽ വെച്ച് മക്കളുടെ കാല് പിടിച്ചിട്ട് തെണ്ടാതിരിക്കടോ നിങ്ങള്. പോകല്ലേ മോളെ അല്ലാഹുവേ മാതാപിതാക്കളെ കാലിൽ പിടിച്ചിട്ട് തെണ്ടുന്ന കാലവാ. ഒരുത്തന്റെ മുന്നിലും പതറിപ്പോകാത്ത ഈമാൻ വേണോ പൊന്നുമോളെ. ഒരുത്തന്റെ മുന്നിലും ഒരു പണക്കാരന്റെ മുന്നിലും ഒരു സൗന്ദര്യമുള്ളവന്റെ മുന്നിലും ഏത് ശക്തികൾ നിന്റെ പൊന്നാര മക്കൾക്കെതിരെ വന്നാൽ പോടാ എന്റെ റബ്ബിനെ വലിച്ചെറിയാ, എന്റെ ദീനിനെ വലിച്ചെറിയാ എന്നെ കൊണ്ട് കഴിയില്ലടാ എന്ന് പറയുന്ന നല്ല ചങ്കൂറ്റമുള്ള ഈമാനുള്ള ഒരു പെൺകുട്ടി നിനക്ക് വേണോ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിപ്പിക്കടി പൊന്നുമോളെ. നിന്റെ പൊന്നാര മക്കൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മഗ്രിബ് കഴിഞ്ഞിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് സീരിയലിന്റെ കഥ പറഞ്ഞു കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിപ്പിക്ക് പൊന്നുമക്കള്. നിങ്ങളുടെ മക്കളോടൂല നീ നാണം കെടൂല. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ച അവന്റെ ഈമാൻ ഉറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കൈവയ്ക്കവര് നമ്മളൊക്കെ ഒരു പോരാട്ടത്തിലാണ്, നമ്മളെല്ലാവരും ഒരു പോരാട്ടത്തിലാണ്. ഏറ്റവും വലിയ യോദ്ധാവാരെന്നറിയുമോ? ഏറ്റവും വലിയ അല്ലാഹുവേ എന്തിനും എല്ലാവർക്കും വല്ലാത്ത വാശിയാ, എടാ വാശി കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ? ചങ്കൂറ്റം കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ? കൈബലം കാണിക്കുന്നത് എന്തിനെന്നറിയുമോ? എടാ തല്ലാനല്ല കൊല്ലാനല്ല, എന്തിനാണ് ചങ്കൂറ്റം കാണിക്കേണ്ടതെന്നറിയുമോ? നീ ധൈര്യമുള്ളവനാണെങ്കിൽ, നിനക്ക് അല്പമെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ആരോടാണ് നിന്റെ ഈ ധൈര്യം കാണിക്കേണ്ടതെന്നറിയുമോ? ആരോടാണ് പകരം വീട്ടേണ്ടതെന്നറിയുമോ? പഠിച്ചോടാ പൊന്നുമോര്. എന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയമുണ്ടല്ലോ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമുഖത്തേക്ക് നീ ആദ്യമായിട്ട് കടന്നു വന്ന സമയമുണ്ടല്ലോ. ശപിക്കപ്പെട്ട ശൈത്താൻ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നടാ പൊന്നുമോര്. എന്നിട്ട് അവൻ നിന്റെ ശരീരത്തിൽ ഉള്ളിയത്ത് നിന്ന് നോവിക്കുകയാണ്. ആ പിഞ്ചു ശരീരത്തെ അവൻ വല്ലാതെ വേദനിപ്പിക്കുകയോ. ആ വേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞപ്പോ ഇവനാ ചിരി കണ്ടിവനാ കരച്ചത് കണ്ടിട്ട് ചിരിച്ചടാ പോരേ. ഞാനും നിങ്ങളും കരഞ്ഞപ്പോ ഈ ശപിക്കപ്പെട്ടവൻ നമ്മുടെ കരച്ചത് കണ്ടിട്ട് ചിരിച്ചവനാണ്, ആനന്ദിച്ചവനാണ്, ഉത്സാഹം കാണിച്ചവനാണ്. അതുകൊണ്ട് കുഞ്ഞുമോനെ ഞാനും നിങ്ങളും കരഞ്ഞപ്പോ ശൈത്താൻ ചിരിച്ചടാ. ഇവനെ കരയിപ്പിക്കടാ. ചങ്കൂറ്റമുണ്ടെങ്കില്, ആണത്തമുണ്ടെങ്കില്, നീ ഒരാണാണെങ്കില് ഒരു പെണ്ണാണെങ്കില് പകരം വീട്ടേണ്ടത് ഇവനോടാണ്. എങ്ങനെയാ വീട്ടേണ്ടതെന്നറിയുമോ? ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഇവനെ കടന്നു വരാ, ഇവനതാ കടന്നു വരികയാണ്. നിന്റെ മരിച്ചുപോയ ഉമ്മാന്റെ രൂപത്തില്,
മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, നീ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് കയ്യിലെ വെള്ളം പിടിച്ചുകൊണ്ട് നിന്റെ ഇടത് ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് ചുണ്ടിന്റെ ഭാഗത്ത് വെള്ളം കൊണ്ട് വെച്ചിട്ട് പറയുന്നു, മോനെ ഉമ്മയാടാ പറയുന്നത്, വാപ്പയാടാ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, കുടിക്കാ വെള്ളം തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും ചതിക്കാൻ നോക്കുമ്പോ അവനോട് പറയണം, പോടാ ശപിക്കപ്പെട്ടവര്, എന്നിട്ട് പറയണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയണവടാ. നീ മരിച്ച ആദ്യം കരയേണ്ടത് ഉമ്മയല്ല, വാപ്പയല്ല, ഭാര്യ മക്കളല്ല, കൂടപ്പിറപ്പല്ല, മലക്കുകളല്ല, പ്രപഞ്ചമല്ല. നീ മരിച്ചാൽ ആദ്യം കരയേണ്ടത് ആരെന്നറിയോ? ശപിക്കപ്പെട്ട ശൈത്താനാടാ പെണ്ണുമോരെ. നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോകുന്നത് കാണുമ്പോ നിന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ശൈത്താൻ കരയണം പെങ്ങളെ. അങ്ങനെ കരയിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞ നീ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവളാ പെങ്ങളെ. ഈമാൻ വേണോ, ഈമാൻ വേണോ. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് അവനെ കരയിപ്പിച്ചിട്ട് റബ്ബേ സ്വർഗ്ഗം കൊണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. പള്ളിയുടെ കടം വീട്ടാരോ സംഘടനയ്ക്കല്ല, ഏതെങ്കിലും ഒരു സംഘടനയ്ക്കല്ല, അല്ലാഹുവിന്റെ പള്ളി പരുവത്തിന്റെ കടം വീട്ടാരാ. എന്റെ പ്രിയമുള്ളവര്, സംഘാടകരെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഈ ശപിക്കപ്പെട്ടവൻ എടുത്തു വന്നിട്ട് പറയുമോ കൊടുക്കല്ലേ, ഇപ്പോഴും നിന്നെ പരാജയപ്പെടുത്താലോ, ഇപ്പോഴും നിന്നെ പരാജയപ്പെടുത്താലോ. ഒരെണ്ണമല്ല 70 എണ്ണമാണ്. ഒരു രൂപ നീ സദഖ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ 70 ശൈത്താന്മാരെ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കല്ലേ. കൊല്ലടാ ചെറുപ്പക്കാരോ, 70 അല്ലടാ 700 ശൈത്താന്മാർ പരാജയപ്പെടുത്തിയിട്ട് പൊന്നുമോനെ നിനക്കൊരു സദഖ ഇടാൻ കഴിഞ്ഞാൽ ഒരു നല്ല മരണമാണ് മോനെ. മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ടിട്ട് വെള്ളിയാഴ്ച രാവിലങ്ങ് പോകാറുള്ള ഭാഗ്യവാ. അല്ലാഹുവേ, അല്ലാഹുവേ, ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്കൊരു നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. 40 പേര് നല്ലത് പറയുന്ന മരണം കൊടുക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, ഇവരുടെ മയ്യത്ത് കാണുന്നവർ മുഴുവനും ഇവര് മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ശൈത്താൻ ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട്. ശൈത്താൻ അടുത്ത് വന്നിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, ആരും ഒന്നും കൊടുക്കരുത്, ആരും ഒന്നും കൊടുക്കരുത്, എല്ലാവരും കൊടുക്കരുത് എന്ന് പറയും. അവനെ ഒന്ന് കൊന്നുകളാ, അവനെ അങ്ങ് കൊന്നിട്ട് നല്ലതുപോലെ ഒന്നിട്, നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ പ്രിയമുള്ളവരെ, 3 വിശദീകരിക്കുന്നില്ല. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന 3ാമത്തെ വിഭാഗം തന്റെ വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, യതീമായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് കിടക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ആസ്വദിച്ച് നടക്കണോ പൊന്നുമോനെ. ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കടാ, മാതാപിതാക്കളെ സ്നേഹിക്കുമോ. നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ഫിർദൗസ് ലഭിക്കുമെന്ന് പ്രവാചകന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ, ഉമ്മാന്റെ മഹത്വം അറിയാത്ത മക്കളുണ്ടല്ലോ, ഒന്ന് സ്കൂളിൽ പഠിക്കുന്ന യുവതലമുറയുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന തന്റെ കൂട്ടുകാരോട് പ്രായം ചെന്ന ഉമ്മാനെ കാണിച്ചിട്ട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാ മക്കൾക്കെന്ന് നാണക്കേടാ.
ഈ പ്രായം ചെന്ന തള്ള എന്റെ ഉമ്മയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മടിക്കുന്ന കാലവാ. ഉമ്മ ആരാണെന്നറിയില്ല, ഉമ്മ ആരാണെന്നറിയില്ല, ഉമ്മാന്റെ മഹത്വം എന്താണെന്ന് ഇത്ര വളർന്നിട്ടും അറിയാതെ പോയല്ലോ വാപ്പാ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ ഇറങ്ങാറുള്ളൂ. ചില മക്കൾ അങ്ങനെയാണ്, അവര് പെണ്ണ് കെട്ടി മക്കളുണ്ടെങ്കിലും വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് പറയും ഉമ്മ ഇന്ന സ്ഥലം വരെ ഞാൻ പോവുകയാണ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മാതാവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോകുകയാണ്, എന്ത് വേണം ഉമ്മ? തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത്? ഉമ്മ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് വരെ ഉമ്മ എപ്പോഴും ചോദിക്കും, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഉമ്മ പറഞ്ഞു മോനെ ലുഖ്മാനെ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് കൊണ്ടുവരണേ മോനെ, എനിക്ക് സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കാണണം മോനെ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഉമ്മ എന്റെ ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണാണോ കാണേണ്ടത്? എന്റെ ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണാണോ കാണേണ്ടത്? ഉമ്മ ഞാൻ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണ്ട, ഞാൻ യാത്ര കഴിഞ്ഞ് വരുന്നത് വരെ കാത്തിരിക്കണ്ട. ഉമ്മാന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഒന്ന് കാലുയർത്തുമ്മ. ഉമ്മാന്റെ കാലം ഉയർത്തുവോ? തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കാലങ്ങോട്ട് ഉയർത്തിയത് ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണിങ്ങനെ വാരുകയാണ്. എന്നിട്ട് ഉമ്മാന്റെ കയ്യിൽ വെച്ചിട്ട് പറയുന്നു ഉമ്മ ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. മോനെ നിന്റെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാടാ സ്വർഗം കിടക്കുന്നത്. നിനക്കുമ്മാനെ തിരിയുന്നില്ലല്ലോ, നിനക്കുമ്മാനെ തിരിയുന്നില്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ചോദിച്ചു യാ റസൂലല്ലാഹ് ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മോനെ നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. എന്ത് ഉമ്മാന്റെ പേര് പറയാറുള്ള കാരണമെന്താ? ഗർഭം ചുമന്നതോ 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവേ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും സ്വന്തം മക്കളെ വല്ലാത്ത സ്നേഹമുള്ളവരാണ്. ആ മക്കളെ നിങ്ങളുടെ ചുമലിലെങ്ങാണ് ഒരു 10 മിനിറ്റ് കൈവച്ചാ നിങ്ങൾ ആ കൈയെടുത്ത് മാറ്റുമല്ലോ. പക്ഷേ 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നത് ഉമ്മയാടാ പൊന്നുമോനെ. ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? ഒന്ന് നല്ലതുപോലെ കിടക്കാൻ കഴിയുമോ? എവിടെയെങ്കിലും ഒന്ന് പോകാൻ കഴിയുമോ? പച്ചവരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയാതെ 9.5 മാസം ചുമന്നത് നിന്റെ ഉമ്മയാടാ പൊന്നുമോനെ. എടാ നിന്നെ നൊന്ത് പ്രസവിച്ചത് നിന്റെ ഉമ്മയാ. മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത് ഉമ്മയാ. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ, അത് ഞാനല്ലാതെ മറ്റാർക്കും അറിയില്ലടാ പൊന്നുമോനെ. വല്ലാത്ത വേദനയോടെ പ്രസവിച്ചത് വാപ്പയല്ല ഉമ്മയാണ്. പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും നീ ഒന്ന് കരഞ്ഞാൽ ഓടി വന്നിട്ട് നിനക്ക് പാല് തന്നത് ഉമ്മയാ പൊന്നുമോനെ. ഉമ്മാന് വല്ലാത്ത മഹത്വമാ, ഉമ്മയ്ക്ക് വല്ലാത്ത മഹത്വമാ. വാപ്പയ്ക്ക് വിലയില്ല എന്നല്ല,
വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല. ആരാ വാപ്പ എന്നറിയോ? അധികം സ്നേഹം കാണിക്കാതെ നമ്മുടെ വാപ്പ ഇങ്ങനെ നടക്കുമല്ലോ. മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹം വാപ്പയ്ക്കാടാ, പുറത്ത് കാണിക്കില്ല മോനെ. ഇങ്ങനെ സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ വാപ്പ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വാപ്പയാരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കവാടത്തിലൂടെയല്ലാതെ നിനക്ക് സ്വർഗമില്ല മോനെ. വാപ്പ എന്ന കവാടത്തിലൂടെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലെ സ്വർഗത്തിലെത്താൻ കഴിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെ വേദനിപ്പിക്കുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്, തല്ലുന്നവരുണ്ട്, വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയുന്നവരുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ട്, അല്ലാഹുവേ പിണങ്ങി നടക്കുന്ന മക്കളുണ്ട്. പെറ്റ തള്ളയോട് മിണ്ടാതെ നടക്കാൻ എങ്ങനെ കഴിയുന്നടാ പൊന്നുമോനെ? വാപ്പാരോടൊന്ന് പിണങ്ങാൻ പഠിച്ചവരെ എങ്ങനെയാണോ മോനെ എന്ന് വിളിക്കുന്ന വിളിയൊന്നു കേൾക്കാ. നിന്നെ ആരാ മോനെന്ന് വിളിക്കുന്നത്? നിന്റെ വാപ്പയും ഉമ്മയുമല്ലാതെ, നിന്റെ വാപ്പയും ഉമ്മയുമല്ലാതെ ലോകത്തൊരാളും നിന്നെ മോനെ എന്ന് വിളിക്കത്തില്ലടാ. ആ വിളിക്കുമല്ലാത്തവര് സുഖമാമോരെ. മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന മക്കളുണ്ട്, അവരെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. ഈ സദസ്സിലിരിക്കുന്നവരിൽ ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? മരണസമയത്തല്ല, ഖബറിനകത്തല്ല, പരലോകത്തല്ല, നരകത്തിലല്ല. ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹു നിനക്ക് ഈ ദുനിയാവിൽ വെച്ച് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ വേദനിപ്പിച്ച, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മക്കൾ ഈ സദസ്സിലുണ്ടെങ്കിൽ, താടിയുണ്ടെങ്കിലും നിസ്കാര തടമ്പുണ്ടെങ്കിലും ഹാഫിളാണെങ്കിലും ആലിമാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നീ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ കോടാനുകോടി രൂപ സദഖ കൊടുത്താൽ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരഞ്ഞാലും നിനക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒന്ന് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു 3 ശിക്ഷ കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി 3 ശിക്ഷ ഇവിടെ വെച്ച് തന്നെ കിട്ടും, നീ പേടിക്കണ്ട. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ അനുഭവിച്ചിട്ടേ പോകൂ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹുവരുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് എണ്ണിക്കോ. മാതാപിതാക്കളെ തല്ലിയ മക്കളുടെ കഥയല്ല, അവരടിച്ചിറക്കിയ മക്കളുടെ കഥയല്ല. നിന്റെ വാക്കുകൊണ്ടോ നിന്റെ നോട്ടം കൊണ്ടോ നിന്റെ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വാക്കോ നോട്ടം കൊണ്ടോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ ശിക്ഷ പെണ്ണുങ്ങൾ നല്ലതുപോലെ കേട്ടോ, പെണ്ണുങ്ങൾ നല്ലതുപോലെ കേട്ടോ. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഭർത്താവിന്റെ ഉമ്മാനെയും വാപ്പാനെയും കുറിച്ച് പരാതി മാത്രം പറഞ്ഞു കൊടുക്കും ഈ പെണ്ണുങ്ങൾ. എന്തിനാ? ഇഷ്ടമല്ല, അധികം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. ഭർത്താവിനോട് ഉമ്മാനെയും വാപ്പാനെയും കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഉമ്മാനെയും മോനെയും തമ്മിലടിപ്പിക്കും, ഉമ്മാനെയും മോനെയും തമ്മിലടിപ്പിക്കുക. എന്തിനാ? ഒറ്റയ്ക്ക് കൊണ്ടുപോയി സുഖിക്കാൻ. എന്തിനു വേണ്ടിയാ ഉമ്മാനെയും മകനെയും തല്ലിപ്പിക്കുന്നത്? ഇവക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോയി സുഖിക്കാൻ. വിളിച്ചിറക്കും, വെളിയിൽ കൊണ്ടുപോയി ഒരു കൊട്ടാരം വെച്ചിട്ട് സുഖിക്കാൻ വേണ്ടി കരുതിയിട്ട് ഭർത്താവിനെ വിളിച്ചിറക്കി കൊണ്ടുപോകും. അല്ലാഹ് നിനക്ക് തരുന്ന ശിക്ഷ കേട്ടോ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ. ഞാൻ പറയാ മോളെ, നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന്റെ ഉമ്മാനോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ കാലി പിടിച്ച് കര പട്ടിണി കിടന്നിട്ട് പറ പോയി മിണ്ടാ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്റെ ഭർത്താവിന്റെ പിണക്കം നീ മാറ്റിക്കോ. ഇല്ലെങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ, ആ മനുഷ്യന്റെ മയ്യത്ത് നിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അല്ലാഹു നിന്നെ കരയിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഉമ്മ ഭർത്താവിന്റെ ഉമ്മാന്റെ കണ്ണ് നിറയിപ്പിച്ചതിന് അള്ളാഹ് നിനക്ക് തരുന്ന ശിക്ഷ, ആ മനുഷ്യന്റെ മയ്യത്ത് നിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. ഉമ്മ കരഞ്ഞതിന്റെ 10 ഇരട്ടി നീ നെഞ്ചുപൊട്ടിയിട്ട് കരയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയാ, നിന്റെ ഭർത്താവിന്റെ ഉമ്മയോടോ വാപ്പയോടോ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്, ഇല്ലെങ്കിൽ നീ വിധവയായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അള്ളാഹു അവന്റെ ആയുസ്സങ്ങ് ചുരുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ ആയുസ് അല്ലാഹു അങ്ങ് ചുരുക്കും ചെറുപ്പക്കാരാ. അല്ലാഹു നിന്റെ ആയുസ് അങ്ങ് വെട്ടിക്കുറയ്ക്കും മോനെ. അതുകൊണ്ടാണ് കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങൾക്ക് ആയുസ് കുറഞ്ഞു പോകുന്നത്. കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങള് പുഴയിൽ ചാടി ചാകുന്നുണ്ടല്ലോ, വിഷമടിച്ച് ചാകുന്നുണ്ടല്ലോ, വെള്ളത്തിൽ ചത്തു മലർന്നു കിടക്കുന്നുണ്ടല്ലോ. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു ആയുസ് കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആകവേ ഉസ്താദന്മാര് പറയും, കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണ് പുഴുത്തു ചാകുമെന്ന് പറയുമ്പോ പടച്ചവനെ ചെറുപ്പക്കാര് ചോദിക്കും, അങ്ങനെ പറയാൻ പാടുണ്ടോ ഉസ്താദേ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അങ്ങനെ പറയുന്നത് തെറ്റാണല്ലോ. ഇല്ലടാ ചെറുപ്പക്കാരാ, പറയുന്നതിൽ ഒരു തെറ്റുമില്ലടാ പൊന്നുമോനെ. ഉമ്മാരെയും ബാപ്പാരെയും 18ഉം 19ഉം വർഷക്കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ നാട്ടുകാരുടെ മുന്നിൽ വ്യഭിചാരിയെന്ന് വിളിപ്പിച്ചിട്ട്, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട്, പടച്ചറപ്പിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തേച്ചിട്ട് പോയ ഇവക്ക് അല്ലാഹു ശഹീദിന്റെ കൂലി കൊടുക്കുവോ? അല്ലാഹു ഈമാനുള്ള മരണം കൊടുക്കുവോ? ഇല്ലടാ പൊന്നുമോനെ, അവിടുത്തെ തന്നെ ജാഗത്തുള്ളടാ. നിനക്ക് തെളിവ് വേണോ? നിനക്ക് തെളിവ് വേണോ? ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാമടാ. ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്കൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമ്മ മാത്രമേ ഉള്ളൂ, പ്രായമായ ഉമ്മ മാത്രമേ ഉള്ളൂ. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോകുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ കഅബ കാണാൻ പോവുകയാണ്, നീ കൂടെ വരുന്നോ ഫദിലേ? നീ കൂടെ വരുന്നോ ഫദിലേ? ഫദില് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, ഞാൻ എന്റെ ഉമ്മാനോട് ചോദിക്കട്ടെ. വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ ഞാനും കൂടെ പോകട്ടെ ഉമ്മ? വേണ്ടടാ മോനെ, വേണ്ടടാ മോനെ, നീ പോയാ എനിക്കാരുമില്ലടാ. ഉമ്മ പറഞ്ഞു, നീ ഉംറയ്ക്ക് പോകണ്ട എന്ന്. ഫദിലിതാ കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് മുഴുവനും കളിയാക്കുകയാണ്. ഒരു നല്ല കാര്യത്തിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാര് മുഴുവനും കളിയാക്കിയിട്ട് പോവുകയാണ്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രണ്ടാമതും വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഉമ്മ അല്ലാഹുവിന്റെ കഅബ കാണണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, ഒന്ന് പോകട്ടെ ഉമ്മ? വേണ്ടടാ മോനെ, എന്റെ പൊന്നുമോന് പോകണ്ട. പക്ഷേ ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ദേഷ്യം തോന്നി. വീടിനകത്ത് കയറി അവിടെ ചിന്തിച്ചു, അല്ലാഹ് ഉംറയ്ക്കാണല്ലോ, പിടിക്കാനും പെണ്ണ് പിടിക്കാനും പാപം ചെയ്യാനുമല്ലല്ലോ, ഉമ്മാന്റെ കഅബ കാണാനല്ലേ. ഉമ്മാന്റെ അനുവാദം ചോദിക്കാതെ വീട് വിട്ടിറങ്ങുകയാണ്. ഉമ്മ പറഞ്ഞു, കിടന്ന് യാചിക്കുകയാണ്. ഏതോ വഴി യാത്രക്കാരവിടെ നിന്ന് ചുമന്നു കൊണ്ടുപോയി ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നൊരു ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിച്ചു, ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ? ഉമ്മ നോക്കുമ്പോ തിരിയുന്നില്ല, കണ്ണില്ല, കാലില്ല, കൈയില്ല, ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാരണം ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മാന്റെ ശബ്ദമെന്ന് കേൾക്കുമ്പോ ഫദില് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു, ഉമ്മ. ഉമ്മാന്റെ അനുവാദമില്ലാതെ കഅബ കാണാൻ പോയ പൊന്നുമോന് ഫദിലാ ഉമ്മ. എനിക്ക് അല്ലാഹു തന്ന ശിക്ഷയാ ഉമ്മ.
കള്ളു കുടിക്കാൻ പോയവന്റെ കഥയല്ല, കറങ്ങാൻ പോയവന്റെ കഥയല്ല, സിനിമയ്ക്ക് പോയവന്റെ കഥയല്ല, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികളെ കഥയല്ല. അല്ലാഹുവിന്റെ കഅബ കാണോ, ഉമ്മാന്റെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയ മകന് പടച്ചറപ്പ് കൊടുത്ത ശിക്ഷ ഇതാണെങ്കിൽ ഇനി പറയടാ ചെറുപ്പക്കാരാ, ഇനി പറ പെങ്ങള്, അല്ലാഹു നല്ല മരണം തരുവോ, അല്ലാഹു നല്ല മരണം തരുവോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ പടച്ചറപ്പവന്റെ ആയുസ് വെട്ടിച്ചുരുക്കുകയാണ്. രണ്ട്, അല്ലാഹുവേ ആർക്കല്ലാഹു നല്ല മരണം കൊടുത്താലും നിങ്ങൾക്ക് തരൂല. അല്ലാഹു ആർക്ക് നല്ല മരണം കൊടുത്താലും മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല. എത്രയോ ചരിത്രം സാക്ഷിയാ മരണത്തോട് മുന്നടിക്കുന്ന സ്വഹാബികളുടെ അടുക്കല് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ പറയാനാവുമൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ഷഹാദത്ത് പറഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇരിപ്പുണ്ട് നബിയേ. അടുത്ത് തന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളുടെ മകനോട് നിങ്ങൾക്ക് വല്ല ദേഷ്യമുണ്ടോ? ആ ഉമ്മ പറഞ്ഞ മറുപടി, നബിയേ എന്റെ പൊന്നുമോന് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു, എന്റെ പൊന്നുമോൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയി നബിയേ. എന്റെ മനസ്സ് വേദനിച്ചു നബിയേ. ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടായപ്പോ ആ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചതിന്റെ പേരില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന സ്വഹാബിയാണ് മരണസമയത്ത് ഷഹാദത്ത് കലിമ പറയാ ഭൂമിയില്ല എന്ന് ചരിത്രം പഠിപ്പിച്ചതെങ്കില് എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കുന്ന മക്കള് ഒരു നല്ല മരണം നിനക്ക് അല്ലാഹു തരൂല. ഒരു നല്ല മരണം അല്ലാഹു നിനക്ക് തരൂല. നിനക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയില്ല. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്നെ നോക്കാ പേടിയാ. നിന്റെ മുഖത്ത് നോക്കാൻ ഒരു വട്ടമേ നോക്കൂ. അല്ലാഹുവേ, നിന്റെ അവസാനം അങ്ങനെയാണ്. നിനക്ക് കിട്ടുന്ന രണ്ടാമത്തെ ശിക്ഷയാണ്. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ പെറ്റ തള്ളയ മറന്നില്ലേടാ പൊന്നുമോനെ. നൊന്തുപറ്റ ഉമ്മാനെ നിനക്കിന്ന് വേണ്ടാതായല്ലോ. ആ പാവത്തിന് നീ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഗൾഫുകാരനെ നിനക്ക് ഭർത്താവായി കിട്ടിയപ്പോ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ മറന്നില്ലേ? വാപ്പാനെ മറന്നില്ലേ? നിനക്ക് നിന്റെ ഭർത്താവും മക്കളും മതിയല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കാറില്ലല്ലോ, ഒന്ന് ഫോൺ വിളിക്കാറില്ലല്ലോ. ഉമ്മാ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും നിനക്ക് സമയമില്ലല്ലോ. നന്ദിയില്ലാത്തവളായി പോയില്ലേ പെങ്ങള്? നന്ദിയില്ലാത്തവളായി പോയില്ലേ പെങ്ങള്? അല്ലാഹുവേ, നീ രക്ഷപ്പെടൂലടി പൊന്നുമോളെ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? മാതാപിതാക്കളെ മറക്കുന്ന മുസ്ലിമേ, പഠിച്ചവരെ കൊട്ടാരം പോലെ പണിതിട്ടിരിക്കുന്ന വീടിനകത്ത് നിന്റെ ഉമ്മയൊന്ന് മൂത്രമൊഴിച്ചാൽ, നിന്റെ വാപ്പയൊന്ന് രോഗം കുടിച്ചറിയാതെ നിന്റെ ബെഡ്റൂമിനകത്തൊന്ന് കാഷ്ടിച്ചാൽ, പ്രായം ചെന്ന ഉമ്മയെങ്ങാനും വീടിനകത്തൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ അറിയാതെയാണല്ലോ പഠിച്ചവരെ, അറിഞ്ഞുകൊണ്ടല്ലോ. രോഗം പിടിച്ചവരെങ്ങാനും അറിയാതെയൊന്ന് മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ തുപ്പുകയോ ചെയ്താ നിന്റെ ഭാര്യ പറയും, എനിക്ക് നോക്കാമയ്യ.
മൂത്രവും കാഷ്ടവും വാരാൻ എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ പെറ്റ തള്ളയെ ഉപേക്ഷിക്കുന്ന യുവത്വേ, മോനെ ഉമ്മ ബെഡിലല്ലേടാ മൂത്ര പിടിച്ചത്, വാപ്പ ബെഡിലല്ലേ കാശിച്ചത്, കഴുകിയാ പോകുമല്ലോ, തുടച്ചാ പോകുമല്ലോ, നീ എവിടെ കിടന്നാടാ മൂത്ര പിടിച്ചത്? നീ നിന്റെ ഉമ്മാന്റെ ശരീരത്തിൽ എത്രയോ പ്രാവശ്യം നീ മൂത്രമുടിച്ചു, എത്രയോ പ്രാവശ്യം നീ കാശിച്ചു. നീ നിന്റെ ഉമ്മ വീട്ടിലല്ലേ തുപ്പിയത്, നീ നിന്റെ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം നീ കാക്കിച്ചു തുപ്പി, എത്ര പ്രാവശ്യം നീ ഛർദിച്ചിട്ടുണ്ട്. ആ പാവം തള്ള നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ, പോടാ എന്ന് പറഞ്ഞ് താഴെ വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും എന്റെ പൊന്നുമോനെ എന്ന് സ്നേഹത്തോടെ നെഞ്ചത്തേക്ക് ചേർത്ത് പിടിച്ചാ പറ്റുമാന് എങ്ങനെയാടാ തല്ലാൻ തോന്നുന്നത്? എങ്ങനെയാടാ ആ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ചീത്ത വിളിക്കാൻ തോന്നുന്നത്? നിനക്ക് എങ്ങനെ ഭീഷണിപ്പെടുത്താൻ തോന്നുന്നു? എന്റെ പ്രിയമുള്ളവർ, അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ, അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ സ്വന്തം മക്കളും ഇതുപോലെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ പൊന്നാര മക്കള് നിന്നെ തല്ലുന്ന ഒരു കാലം വരും വാപ്പാ. നീ നിന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതുപോലെ, നീ നിന്റെ വാപ്പാനെ വേദനിപ്പിച്ചതുപോലെ വല്ലാഹി സത്യം നിന്റെ മക്കളും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ കാത്തിരുന്നു പൊന്നുമോളെ, പണം കിട്ടിയപ്പോ പെറ്റ തള്ളയെ മറന്ന ഉമ്മ, നിന്റെ പോറ്റി വളർത്തുന്ന മോളും നിന്നോട് ഇതുപോലെ ചെയ്യും. നീ കഷ്ടപ്പെട്ട് നിന്റെ വയറ്റിൽ പിറന്ന മക്കള് നിന്നെ ഇതുപോലെ തന്നെ ചെയ്യും. ആ വേദന എന്തെന്ന് നീ അറിയാതെ മരിക്കൂലടി പൊന്നുമോളെ. അതുകൊണ്ട് പറയുകയാ, ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള രാത്രിയാ. ഓടിച്ചെന്ന് വാപ്പയുടെ കാല് പിടിച്ചോ, ഉമ്മയുടെ കാല് പിടിച്ചോ, കരഞ്ഞുകൊണ്ട് പറവുമ്മ എനിക്ക് പൊരുത്തം താവുമ്മ, എനിക്ക് പൊരുത്തപ്പെട്ട് താവുമ്മ, പൊരുത്തം വാങ്ങിക്കോ റോഷാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര നാളായടി ഉമ്മാനൊന്ന് ഫോൺ വിളിച്ചിട്ട്, ഇന്ന് രാത്രി 1 മണിയായാലും കുഴപ്പമില്ല, എന്റെ മക്കളുടെ ഫോണും കാത്തു നിന്റെ ഉമ്മ ഇരിപ്പുണ്ട്. എന്തിനാ മോളെ വിളിച്ചതെന്ന് ചോദിക്കില്ല. രാത്രി 3 മണിക്ക് വിളിച്ചാൽ ചാടി എഴുന്നേറ്റിട്ട് എന്റെ പൊന്നുമോള് വിളിച്ചല്ലോ. അല്ലാഹുവേ, സ്നേഹത്തോടെ നിന്നോട് ചോദിക്കും, എന്നിട്ട് നീ ഉമ്മാനോട് പൊരുത്തം ചോദിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, ഇനി മരിച്ചു പോയവരാണെങ്കിൽ നാളെ രാവിലെ സുബഹി കഴിയുമ്പോ പള്ളിക്കാട്ടിൽ നിന്റെ ജന്മം തന്ന വാപ്പാന്റെ ഖബററിയുമെങ്കിൽ, ഉമ്മാന്റെ ഖബററിയുമെങ്കിൽ പോയിട്ട് കരവാപ്പാ. എന്നിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ചില മക്കളുണ്ട് മരിച്ചാലും വെറുതെ വിടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിച്ചാലും മാതാപിതാക്കളെ വെറുതെ വിടാറില്ല. കണ്ണുനീരാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരുന്ന കാലത്ത് വാപ്പ ഒരാളുടെ മുന്നിലും നിന്നെ പോറ്റി വളർത്താ കൈനീട്ടിയിട്ടില്ല, ഒരാളുടെ മുന്നിലും പോയി തെണ്ടിയിട്ടില്ല. പക്ഷേ ഇന്നവരുടെ അവസ്ഥ എന്തെന്നറിയോ? കബറിൽ കിടന്ന് തെണ്ടുകയാ. അല്ലാഹുവേ, എന്റെ മക്കളെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലാ, എനിക്ക് വേണ്ടി സദഖ കൊടുക്കുന്നില്ല അല്ലാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല അല്ലാ. ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് കബറിൽ കിടന്ന് യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിച്ച നാളെ നിന്റെ മക്കളും ഇതുപോലെ മോനോട് ചെയ്യുന്ന ഒരു കാലം വരാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരിച്ചാ ശഹീദിന്റെ കൂലി കിട്ടുന്ന ദുആ പറഞ്ഞ് പിരിയുകയാണ്. അതിന് മുമ്പുറപ്പ് മാതാപിതാക്കൾക്കുള്ള രാത്രിയാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാകണ്ടേ, സ്വർഗത്തിന്റെ കവാടം തുറക്കണ്ടേ. അവര് നമ്മളെയും കാത്ത് സ്വർഗത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കണ്ടേ. മരിച്ചുപോയ മാതാപിതാക്കളെ ഖബറിനകത്ത് കിടന്നിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ പെങ്ങളെ.
അതുകൊണ്ട് നിന്റെ ഉമ്മാനെ നിനക്ക് ഓർമ്മ വരട്ടെ, നിന്റെ പെറ്റുമ്മാന്റെ മുഖം നിനക്ക് ഓർമ്മ വരട്ടെ, വാപ്പയുടെ മുഖമെന്ന് ഓർമ്മ വരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളികതാ ലക്ഷങ്ങൾ കടത്തിലാണ്, കടമുള്ള പള്ളിയിലാണ് ജനങ്ങൾ വന്ന് നിസ്കരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പള്ളികളെ കടം വീട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയുമോ? പ്രതിഫലം നിന്റെ വാപ്പയ്ക്ക് സ്വർഗമാ, നിന്റെ ഉമ്മാന്റെ കബറിനകത്തെ സ്വർഗത്തിന്റെ കവാടം തുറക്കലോ. ഈ പള്ളിക്കകത്താൽ വന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ ഒരു വിഹിതം മരിച്ചുപോയ മാതാവിന്റെയും പിതാവിന്റെ കബറിൽ ഒഴുകുമല്ലോ. അവർക്കൊന്ന് പെരുന്നാളിന്റെ സന്തോഷമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് മാതാപിതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة. അല്ലാഹു തന്ന സമ്പത്ത് അല്ലാഹു കൊടുത്താൽ നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ്. മോളെ, നിന്റെ മക്കള് നിന്നെ കൊണ്ടുപോയില്ലെങ്കിലും ഈ പള്ളി നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പള്ളിയെ സഹായിച്ചവരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും. ഈ പള്ളിക്കകത്തിരുന്നിട്ട് നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യവാ. മോളെ, ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമോതിരമൂരിയിട്ട് നിന്റെ പെറ്റ തള്ളയെ നിനക്ക് ഓർമ്മ വരട്ടെ. പടച്ചവരെ, കഷ്ടപ്പെട്ട് നിനക്ക് ലക്ഷങ്ങളെ തന്നിട്ട് കെട്ടിച്ചു വിട്ട നിന്റെ വാപ്പ ആദ്യം മണ്ണിനകത്ത് കിടന്നിട്ട് തെണ്ടല്ലേ ഉസ്താദ്. എന്റെ വാപ്പ തെണ്ടാൻ പാടില്ല, എന്റെ വാപ്പ യാചിക്കാൻ പാടില്ല. എന്റെ ഉപ്പയ്ക്ക് സ്വർഗം കിട്ടുമെങ്കിൽ കൊടുക്കാനാ തയ്യാറാ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. ആരോട് പറഞ്ഞു നിർത്തിയിട്ടില്ല, എഴുന്നേറ്റ് പറയാൻ ഒരാളെയും നിർത്തിയിട്ടില്ല. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് അല്ലാഹുവിന്റെ പള്ളിക്ക് നല്ലവന്റെ പണം മതി, ഹലാലായ സമ്പത്ത് മതി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇരിക്കുന്നവരിൽ അല്ലാഹുവേ, സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് എനിക്കറിയില്ല. അല്ലാഹ്, ഈ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിൽ നീ തന്നെ തോന്നൽ കൊടുക്കണേ അല്ലാഹ്. അവരെ കൊണ്ട് നീ പറയിപ്പിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസ് അതിലൊരു ശബദാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.